السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 274 കൺക്ലൂഡ് ചെയ്തു. സദഖയുടെ ആയത്തുകൾ സുബ്ഹാനല്ലാഹ് 275 മുതൽ നമുക്ക് റിബ പലിശയുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലെ നമ്മൾ 275 ആയത്തിന്റെ വാക്കർത്ഥം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് തഫ്സീറിൽ നിന്ന് മുന്നോട്ട് പോവാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റെസിറ്റേഷൻ, ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേട്ടിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. തഫ്സീർ നോക്കാം നമുക്ക് ഈ ഒരു ആയത്തിന്റെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെലവഴിക്കൽ അല്ലെ, ഇൻഫാഖ് സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞു തരായിരുന്നു നമുക്ക് അല്ലെ. മനുഷ്യത്വപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ചെലവഴിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, ആ ഒരു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മളിൽ കൊടുക്കുകയും ഷെയർ ചെയ്യുകയും അല്ലെ, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും അവരുടെ വിഷമങ്ങളെ കുറിച്ച് കൺസേൺ ആവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് അല്ലെ, കൊടുക്കുന്നതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. എന്താണ്? എടുക്കൽ അല്ലെ, കൊടുക്കുന്നതിന് പകരം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച്. എന്തെടുക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്? ഇൻട്രസ്റ്റ്, പലിശ എടുക്കുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ അല്ലെ, രാവും പകലും പരസ്യമായും രഹസ്യമായിട്ടും ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവരുടെ പ്രതിഫലം പ്രിസർവ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ തിന്മയെ കുറിച്ച് പറയാണ്. ആളുകളിൽ നിന്ന് എടുക്കുന്ന അല്ലെ, പൈസ കൊടുക്കുന്നതിന് പകരം പിടിച്ചു വാങ്ങുന്ന ആ ഒരു തിന്മയെ കുറിച്ച്, അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച്, അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം ഏത് രീതിയിൽ എടുക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്? ആളുകളിൽ നിന്ന് റിബ ആയിട്ടില്ലേ, ഇൻട്രസ്റ്റ്, പലിശ ആയിട്ട്. അതായത് ഇൻഫാഖിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് റിബ. ഇൻഫാഖ് ചെലവഴിക്കലാണെങ്കിൽ റിബ പിടിച്ചെടുക്കലാണ്. ഓക്കെ, അപ്പം ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്യാ? ആവശ്യക്കാരനിൽ നിന്ന് അവന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവനിൽ നിന്ന് എടുക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരാൾ ആവശ്യം വരുമ്പോഴാണ്, അവന് സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവൻ ആളുകളുടെ അടുത്ത് നിന്ന് കടം വാങ്ങുന്നത് അല്ലെ. അവന്റെ എന്തെങ്കിലും ഒരു കാര്യം ഫുൾഫിൽ ചെയ്യണം, എന്തെങ്കിലും ഒരു ആവശ്യം മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ, അവൻ അങ്ങനെ ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലായിരിക്കുമ്പോഴാണ് അവൻ നിർബന്ധിതനാകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, അവന്റെ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ മുമ്പിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒരാളുടെ മുമ്പിൽ അത്തരത്തിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക അല്ലെ, അവർക്ക് നിങ്ങൾ കൊടുക്കുക, ധാരാളമായിട്ട് കൊടുക്കുക, സദഖ കൊടുക്കുക. അപ്പം ഇവിടെ അങ്ങനെ ചോദിക്കുന്നവരടുത്ത് ആവശ്യക്കാർക്ക് സ്വതക്ക കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആവശ്യക്കാരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുക, അതായത് അവന് തരാൻ പറ്റുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ അവന് നമ്മൾ കൊടുത്തതിൽ കൂടുതൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മെൻഷൻ ചെയ്യാൻ പോണത്. സുബ്ഹാനല്ലാഹ്.
അതും സാധാരണക്കാരിൽ നിന്നല്ല, ആവശ്യക്കാരിൽ നിന്ന്. അവനെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് അവൻ ചോദിക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു ആവശ്യക്കാരനെ അവന്റെ ആ ഒരു സാഹചര്യത്തെ, അവന് ആ ഒരു നിരാശാജനകമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ആ ചോദിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തെ മുതലെടുത്തിട്ട് അവന് താങ്ങാൻ പറ്റാത്തത് അവനിൽ നിന്ന് പിടിച്ച് വാങ്ങാനാണ്. എന്നാൽ ഈ പിടിച്ചു വാങ്ങുന്നവർക്ക് അല്ലെ, ഈ പലിശ വാങ്ങുന്നവർക്ക് അവർക്ക് ശരിക്കും കൊടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണല്ലോ അവർ കൊടുക്കുന്നത് അല്ലെ. അവർ കടമായിട്ട് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക് എന്നാ പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ കൊടുക്കുന്നതിന് പുറമെ അവനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് അവനിൽ നിന്ന് തിരിച്ച് വാങ്ങലാണ്. അതാണ് ഇത് റിബ അല്ലെങ്കിൽ പലിശ, ഇൻട്രസ്റ്റ് എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുമുണ്ട്, ഒരു മഹാപാപങ്ങളിൽ പെട്ട ഒരു കാര്യവുമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തോ അല്ലെ, ഏതൊരു സമ്പത്തും എന്ത് പൈസയും നമ്മൾ ഓൺ ചെയ്യുന്ന നമ്മുടെ പേരിലാണെങ്കിൽ പോലും അത് ആരാ നമുക്ക് തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തന്ന പൈസ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള മാർഗത്തിൽ മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ അള്ളാഹു തന്ന ഹലാലായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ അള്ളാഹു തന്ന വഴികളിലൂടെ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാലും അതിനെ സമ്പാദിച്ചു കഴിഞ്ഞാൽ പോലും അതിനെ ചെലവഴിക്കുമ്പോൾ, നമ്മളാണ് സമ്പാദിക്കുന്നതെങ്കിൽ പോലും അതിനെ ചെലവഴിക്കുമ്പോൾ, അതിനെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനും പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ചത് ശരിക്കും സമ്പാദ്യം പോലും ഒരു റിവാർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ചെലവഴിക്കുന്നതും പ്രതിഫലാർഹമായ രീതിയിലായിരിക്കണം. എന്നാൽ ഹറാമായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് അല്ലെ, പലിശയിലൂടെ സമ്പാദിക്കുന്നത് കംപ്ലീറ്റ്ലി ഹറാമാണ്. എല്ലാം പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്ന ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഹറാമാണ് അല്ലെ. നമ്മൾ പറയണോ ചുറ്റുപാട് എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ, അവര് ചെയ്യുന്നുണ്ടല്ലോ, ഇവര് ചെയ്യുന്നുണ്ടല്ലോ, അവരെടുക്കുന്നുണ്ടല്ലോ, ഇവര് കൊടുക്കുന്നുണ്ടല്ലോ, പൈസ ബാങ്കിൽ എങ്ങനെയാ പലിശ ഇല്ലാതെ പൈസ ഇടുക, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹു പറഞ്ഞ രീതിയിലല്ലാതെ നമുക്ക് അതിനെ വാങ്ങാനോ ഉപയോഗിക്കാനും ചെലവഴിക്കാനും ഒന്നും പാടില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അനുവാദത്തോട് കൂടി. കാരണം അവനാണ് മാസ്റ്റർ അല്ലെ, അവനാണ് ക്രിയേറ്റർ, അവനാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ അവൻ നമ്മളെ ചോദ്യം ചെയ്യും. അവനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മളെ അവൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അക്കൗണ്ടബിൾ ആണ്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും നമ്മൾ അക്കൗണ്ടബിൾ ആണ്. സാമ്പത്തികപരമായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും നമ്മൾ അക്കൗണ്ടബിൾ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും പലിശ എന്ന് കേൾക്കുമ്പോൾ ഒരു മെജോറിറ്റി ആളുകൾ അൽഹംദുലില്ലാഹ്, ഞാൻ പലിശയിലൊന്നുമില്ല, എനിക്ക് പലിശയൊന്നുമില്ല, അവരാണ് പലിശക്കാർ, അവരാണ് പലിശയിൽ പെട്ടിട്ടുള്ളത്, അവരങ്ങനെ. എന്നാലും അവരെന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എല്ലാ ആയത്തും പറയുന്നത് പോലെ പറയാണ്, മറ്റുള്ളവരിലേക്കല്ല നമ്മളെ കണ്ണു പോകേണ്ടത്, നമ്മളിലേക്ക് തന്നെയാണ്. നമ്മളിലേക്ക് തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ തെറ്റായ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ, തെറ്റായ ഒരു സാമ്പത്തിക ഇടപാടിൽ, അത് നേടലാണെങ്കിലും കൊടുക്കലാണെങ്കിലും, സമ്പാദിക്കലാണെങ്കിലും കൈവശം വെക്കലാണെങ്കിലും കൊടുക്കലാണെങ്കിലും, ഓക്കെ, എന്തെങ്കിലും രീതിയിൽ നമ്മൾ ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ദ്വാ ചെയ്യുക, ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹിന്റെ സാമ്പത്തിക വശത്തെ നീ പ്യൂരിഫൈ ചെയ്യട്ടെ. പ്യൂരിഫൈ ചെയ്യാത്ത ഒരു സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സമ്പത്തിന്റെ ഇടപാട് കൊണ്ട്, സമ്പത്തിന്റെ സമ്പാദ്യം കൊണ്ട്, സമ്പത്തിന്റെ കൈവശം വെക്കൽ കൊണ്ട് റബ്ബിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ലായിരിക്കും, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരിക്കും, ശരിയാണോ തെറ്റാണോ. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് അർഹമായ സമയത്ത് ഏറ്റവും ബെസ്റ്റ്, നമുക്ക് പഠിച്ചാൽ ഏറ്റവും, നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റായ ടൈം ഏതാണോ, നമുക്ക് ഉൾക്കൊള്ളാൻ ഏറ്റവും ബെസ്റ്റായ ടൈം ഏതാണോ, നമുക്കത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബെസ്റ്റായ ടൈം ഏതാണോ, ആ സമയത്ത് റബ്ബ് നമ്മളെ പഠിപ്പിക്കും. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. വീണ്ടും പറയാണ്, മറ്റുള്ളവരുടെ പിക്ചർ അല്ല ഈ ക്ലാസ്സുകളിൽ ഉടനീളം മനസ്സിൽ വരേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്സും നമ്മൾ കേൾക്കരുത്. ഓക്കെ. ഈ ക്ലാസ് എന്നല്ല, ഒരു ക്ലാസ്സും ഇത് ഞാൻ ഇതിൽ പെട്ടതല്ല എന്ന് വിചാരിച്ച് കേൾക്കുക ചെയ്യരുത്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം അടച്ചു കളയും. നമ്മളെ നമുക്ക് നോക്കാൻ പറ്റില്ല, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റില്ല, നമ്മളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നമ്മളെ ശരിയായ വശങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഇതുവരെ ശരിയായതാണ്. ഓക്കെ. ഇതുവരെ നമ്മൾ എന്തെങ്കിലും ശരികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അപ്പൊ ആ ഒരു അഭിമാനത്തിന് പകരം അതൊരു ഹംദാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ശരിയാക്കാനുണ്ടെന്ന് ചോദിക്കുക, ചിന്തിക്കുക. അത് ആ ഒരു തുറന്ന കണ്ണോടുകൂടി കാര്യങ്ങൾ കേൾക്കുക. മറ്റുള്ളവരെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാച്ചുകളെ. ഞാനും ഈ ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്നോട് തന്നെ പറയുന്നത് പോലെയാണ്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ആയത്തുകളിൽ റിബയുടെ, അതായത് പലിശയുടെ ഹറാം, ആ ഒരു വശമാണ് നമ്മൾ
സംസാരിക്കുന്നത്. നമുക്കറിയാം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹറാമാണ് അല്ലെ. അതിന് പ്രത്യേകിച്ച് പുതിയതായിട്ട് പറയുന്ന അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരു കാര്യമൊന്നുമല്ല. അതും ഇവിടെ റിബ എന്ന് പറയുന്നത് ഡിസ്ലൈക്ഡ് ആയിട്ടുള്ള, അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കറാഹത്തായിട്ടുള്ള, മുബാഹ് അല്ലാത്ത അങ്ങനത്തെ ഒരു കാര്യമേ അല്ല, നല്ലതല്ലാത്ത ഒരു കാര്യമേ അല്ല. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമാണ്. റോ അലിഫ് മീം, ഒരു സംശയവും ഇല്ല. ഓക്കെ, മുസ്ലിംസിന് ഒരു തരത്തിലും പലിശയായിട്ട് ഇടപെടാൻ പാടില്ല തന്നെ. ഓക്കെ, ഇവിടെ ഈ ഒരു ക്ലാസ്സിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെ, നമ്മൾ ഓരോരുത്തരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ പറയല് നിർബന്ധമാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ. ഓക്കെ, അത് ഞാൻ എന്നോടും ഉണർത്തിക്കുന്നതാണ്, മറ്റുള്ളവരോടും ഉണർത്തിക്കുന്നതാണ്. അപ്പം എല്ലാവരും അതിനെ ആ ഒരു സെൻസിൽ ഉൾക്കൊള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വാക്കുകളാണ് നമ്മൾ ഇവിടെ കടുപ്പത്തിൽ നമ്മളെ തന്നെ പിടിച്ചു കുലുക്കുന്നത് പോലെ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഒന്നും നമ്മൾ കേൾക്കാത്തതായിരിക്കില്ല, പക്ഷെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ പോലും അതിന് ആ രീതിയിൽ ഉൾക്കൊള്ള, മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക, ദുആ ചെയ്യുക, റബ്ബിന്റെ അടുത്ത് നല്ലപോലെ ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പം പലിശ അത് കൺസ്യൂമിങ് ആണെങ്കിലും, അതായത് നമ്മൾ വാങ്ങലാണെങ്കിലും കൊടുക്കലാണെങ്കിലും അതുമായിട്ട് സഹകരിക്കലാണെങ്കിലും ഡീൽ ചെയ്യലാണെങ്കിലും എല്ലാം എന്താണ് മേജർ സിന്നാണ്. അതായത് മഹാപാപങ്ങളിൽ പെട്ടതാണ്. സാധാരണ ഒരു തിന്മയല്ല പലിശ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, നാശകരമായിട്ടുള്ള, നരകത്തിൽ അവസാനിക്കുന്ന മഹാപാപങ്ങളിൽ പെട്ടതാണ്. ആ ഒരു പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആള്, അത് ആരാണെങ്കിലും, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും, ഹജ്ജ് ചെയ്തോ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോണില്ല, ഒരുപാട് സ്വതക്ക കൊടുക്കുന്നോ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോണില്ല, പലിശയുമായിട്ട് ഡീല് ചെയ്തോ, പലിശ വാങ്ങിയോ, പലിശ കൊടുത്തോ, പലിശയുമായിട്ട് ഇടപെട്ടോ, നരകമാണ് അവരുടെ അവസാനം. അവസാനത്തല എല്ലാരെയും അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ 7 നാശകരമായ വൻ പാപങ്ങളെ വെടിയുക. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും ഏതൊക്കെയാണ് അവ. അപ്പം ഏറ്റവും ആദ്യം എന്താണ്? അശ്ശിർക്കു ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു തആലയിൽ പങ്കു ചേർക്കൽ. അല്ലെ, സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടാണ് ഏറ്റവും വലിയ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തത് വസ്സിഹ്റ. അല്ലെ, സിഹ്ർ എന്താന്ന് നമുക്കറിയാം. സിഹ്റിനെ കുറിച്ച് അതുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അതിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇവിടെ ഇപ്പൊ തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഇവിടുത്തെ വിഷയമല്ല. നമ്മൾ സിഹ്റൊക്കെ വിശദമായിട്ട് അഖീദ ക്ലാസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അഖീദ ലെസൺസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ സിഹ്ർ ചെയ്യുക, അല്ലെങ്കിൽ സിഹ്ർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുക, സിഹ്ർ ചെയ്യുന്നതിന് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം എന്താണ്? വൻ പാപങ്ങളിൽ, നാശകരമായ പാപങ്ങളിൽ പെട്ടതാണ്. 3 വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു അനുവദിക്കാത്ത രീതിയിൽ, അതായത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള നിരപരാധിയായ ഒരു നഫ്സിനെ ഒരാളെ കൊല്ലല്. വ അക്ലു റിബ, പലിശ കൺസ്യൂം ചെയ്യല്. ഓക്കെ, വ അക്ലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കല്. വത്തവല്ല യൗമ സഖ്, യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചോടല്. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഒരു സെയിസ്റ്റ് ആയിട്ടുള്ള, അതായത് പതിവ്രതയായ ഒരു സ്ത്രീയെ കുറിച്ച് അപവാദം പറയല്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ 7 നാശകരമായിട്ടുള്ള കാര്യങ്ങൾ, നരകത്തിൽ ചെന്ന് കലാശിക്കുന്ന 7 നാശകരമായിട്ടുള്ള മഹാപാപങ്ങളിൽ പലിശയും പെടും. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നുണ്ട് വേറെ ഒരു പാപവും, അതായത് ശിർക്ക് ഒഴികെ, ഓക്കെ, വേറെ ഒരു പാപത്തിനും വൻ പാപങ്ങൾക്കും റിബാക്ക് കൊടുത്ത പോലെ, അതായത് പലിശയുടെ കാര്യത്തിൽ കൊടുത്ത പോലെ ഇത്രയും സിവിയർ ആയിട്ടുള്ള കടുപ്പത്തിലുള്ള വാണിംഗ് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടില്ല. വേറെ ഒരു തിന്മയെയും അതിനോട് ഉപമിക്കുന്ന രീതിയിൽ അള്ളാഹു കർശനമായിട്ട് വിലക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, റിബാനെ പോലെ ശിർക്ക് മാറ്റിവെച്ച വേറെ ഒരു പാപവും റിബായുടെ അത്രയും, പലിശയുടെ അത്രയും കടുപ്പമേറിയതല്ല. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസില് മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്ത് അഹ്മദ് ഷാക്കിർ സ്വഹീഹാക്കിയ ഒരു ഹദീസിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ലഅനല്ലാഹു ആകില റിബ, അള്ളാഹു ശപിച്ചിട്ടുണ്ട് ആരെ? പലിശ തിന്നുന്നവനെ. ആകില റിബ വ മൂക്കിലഹു, പലിശ എന്താണ്? തിന്നുന്നവനെയും, മൂക്കിലാനാണ് അതിന്റെ ക്ലയന്റ്, അത് കൊടുക്കുന്നവനെയും, ഷാഹിദേഹി കാതിബഹു, അതിന്റെ 2 സാക്ഷികളെയും, അത് എഴുതുന്നവനെയും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാരല്ലേ. അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ്? സ്വർഗം, പരലോകത്തിലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നീക്കം ചെയ്ത ആൾക്കാരാണ് ആര്? അനക്കില റിബ മൂക്കിലഹു, അത് വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും അതിനെ സാക്ഷി നിൽക്കുന്നവനും അത് എഴുതുന്നവനും. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതെങ്കിലും രീതിയിൽ പലിശയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഓക്കെ, അത് എഴുതുന്നവനായിക്കോട്ടെ, അതിനെക്കുറിച്ച് അതിന് സാക്ഷി നിൽക്കുന്നവനായിക്കോട്ടെ, അത് വാങ്ങുന്നവനായിക്കോട്ടെ, കൊടുക്കട്ടെ, എല്ലാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ ശാപം എന്ന് പറയുന്നത് നരകമാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം പലിശയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഹദീസ്, അത് സഹീഹ് ബുഖാരിയിൽ വന്ന വലിയൊരു ഹദീസിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ അതിന്റെ ടെക്സ്റ്റ് കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു, രണ്ട് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട്. അത് രണ്ടും മലക്കുകളായിരുന്നു. അവരെന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് അവര് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണം. അപ്പം ആ ഒരു യാത്രയിൽ ഒരു റിവർ, ഒരു എന്താ ബ്ലഡിന്റെ, രക്തത്തിന്റെ ഒരു നദി കാണാണ്ടായി. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമുക്കറിയാം ഒരുപാട് വൈബായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളിലേക്ക് കാര്യങ്ങൾ, അല്ലെ, ഉമ്മത്തിലേക്ക് വിവരങ്ങൾ, കാര്യങ്ങൾ അറിയിക്കുന്നവൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൺസീൻ ആയിട്ടുള്ള വൈബായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ പറഞ്ഞു തരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനകത്ത് കൺവിൻസ്ഡ് ആയിരിക്കണം, അല്ലെ, ആ യഖീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വരണം. അതുകൊണ്ട് തന്നെ ഒരുപാട് വൈബായിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പല സാഹചര്യങ്ങളിലായിട്ട് കാണാനും അറിയാനും അനുഭവിക്കാനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ബ്ലഡിന്റെ ഒരു റിവർ കാണാണ്ടായി. അതിനകത്ത് ഒരു മനുഷ്യൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റിവറിന്റെ തീരത്ത്, ആ നദിയുടെ തീരത്ത് ഒരാള് കുറെ കയ്യിൽ കല്ലുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ നദീനകത്ത് ഈ നീന്തി വരുന്ന ആള് ആ അറ്റത്തേക്ക് എത്തുമ്പോൾ ഈ അറ്റത്ത് കരയിൽ നിൽക്കുന്ന ആള് അയാളുടെ കയ്യിലുള്ള കല്ലുകൾ ഇയാളുടെ വായിലേക്ക് തിരികെ കയറ്റും, വായിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് അയാൾ വീണ്ടും തിരിച്ച് നദിയിലേക്ക് തന്നെ വീഴും. എന്നിട്ട് അയാൾ ഒരുവിധം വീണ്ടും നീന്തി കരയിലേക്ക് കയറാൻ പോകുമ്പോൾ വീണ്ടും ഇതുപോലെ കല്ലുകൾ വായിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അയാൾ വീണ്ടും പോകും, വീണ്ടും നീന്തി, അങ്ങനെ. അപ്പൊ അങ്ങനെ ഈ അയാളുടെ വായിൽ കല്ലുകൾ തിരികെ കയറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നദി പോലും എന്തായിരിക്കുന്നത്, രക്തത്തിന്റെ ആയിരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ഈ വ്യക്തി? അന്നേരം പറയും, ഈ നദിയിലുള്ള ഈ നീന്തി വരുന്ന ആള് എന്താണ്, പലിശ തിന്നുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പലിശ തിന്നുന്ന ആളുടെ ഒരു അവസ്ഥ ഇതായിരിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പലിശ എന്ന് പറയുന്നത് ഏകദേശം 70 അതിൽ പരമോ ഇനങ്ങളുണ്ട്. ഓക്കെ, പല ലെവലുകളായിട്ടുണ്ട്. അതിനകത്തുള്ള ഏറ്റവും ചെറിയ ഒരു ഇനം ഒരാൾ അത് അവന്റെ മാതാവുമായിട്ട് ക്ഷയിക്കുന്നത്, അതായത് മാതാവുമായിട്ട് സിന ചെയ്യുന്നത് പോലെയാണ്. ഏറ്റവും ചെറിയ ലെവല്. ഓക്കെ, പലിശക്ക് 70 പരം ലെവലുകൾ ഉണ്ട്, അല്ലെങ്കിൽ 70 പരം ടൈപ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം, പലിശ എന്ന് കേൾക്കുമ്പോഴേ നമ്മളെ കുറിച്ചല്ല മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുക, അല്ലെ. ഇത് നമ്മളിലേക്ക് തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. 70 പരം ഉണ്ടെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി, സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ ഈ ഹദീസിന് അൽബാനി സഹിഹാക്കിയ, ബൈഹഖിയിൽ വന്നിട്ടുണ്ട്, ഇബ്നു മാജ സഹിഹാക്കിയിട്ട്, വീണ്ടും ഇബ്നു മാജയിൽ വന്നിട്ട് ഷെയ്ഖ് അൽബാനി സഹിഹാക്കിയതായിട്ടും ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു വേറെ ഒരു റിപ്പോർട്ടിലാണ് വൈഫായിട്ട് കാണുന്നത്, അല്ലാഹു അഅലം. ഓക്കെ, അപ്പം പലിശ പലതരം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളിലോട്ട് തന്നെ നോക്കുക. അതായത് ഒരുപാട് വെറൈറ്റി ഉണ്ട്, അതായത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനകത്ത് പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ വരുന്ന പലിശ, അത് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് ചില ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് തന്നെ നമുക്കറിയില്ല, അതിനകത്ത് പലിശ വരുന്നതോ നമുക്കറിയില്ല, അല്ലെ. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് എക്സ്ചേഞ്ചിന്റെ കാര്യത്തിൽ, അത് ഒരു ടൈപ്പ് ഓഫ് പലിശയാണ്, അല്ലെ. നമുക്ക് പലതവണ അല്ലെങ്കിൽ മുമ്പ് ഒരുപാട് പ്രാവശ്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലുള്ള പലിശകളിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. ഈവൻ പല ഇൻവെസ്റ്റ്മെന്റുകളും പലിശകളാവാറുണ്ട്. പല EMIs, അതായത് നോ കോസ്റ്റ് EMI എന്ന് പോലും പറയുന്നത് പോലും അതിനകത്തുള്ള ചില ഫൈനുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലിശകളാവാറുണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ രൂപത്തിൽ വരുന്നത് പല 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 കാര്യങ്ങളും, അല്ലെ. ചിലപ്പം ആർക്കെങ്കിലും നമ്മൾ കടമായിട്ട് കൊടുക്കുന്ന പൈസ ആയിരിക്കും, അവർക്ക് കുറേ സമയം എടുക്കുമ്പോൾ അവർ നമ്മളടുത്ത് പറയണം, എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ലാഭമായിട്ട് തരാം. പക്ഷെ അത് നമ്മൾ ഒറിജിനൽ ആയിട്ട് കടമായിട്ട് കൊടുത്തതാണ്, അല്ലെ. അപ്പൊ ഒരിക്കലും ആ കടത്തിനെ നമ്മൾ ലാഭമാക്കുമ്പോൾ അത് എന്താവും, പലിശയാവും. അപ്പം ഇതുപോലെ നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മളുടെ ജീവിതങ്ങളിൽ പലിശകൾ പല രീതിയിലുണ്ട്. അതായത് പലിശ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ടൈപ്പും ബാങ്കിൽ ലോൺ എടുക്കുന്നത് മാത്രമായിട്ട്, അല്ലെങ്കിൽ ബാങ്കിലിട്ട പൈസന് ഇൻട്രസ്റ്റ് കിട്ടുന്നത് മാത്രമായിട്ട് ആരും വിചാരിക്കേണ്ട. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഈ ഫിഖ്ഹുൽ മുആമലാത്തൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കും, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, നമ്മൾ അറിയേണ്ടത്, നമുക്ക് നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നത് ശരിക്കും അപകടമാണ്. നമ്മൾ ഇത് ഓരോന്നും
കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലതും. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കച്ചവടം നമ്മൾ ചെയ്യുന്നില്ലല്ലോ, നമ്മളെ തഴുകിയിട്ടാണ് പല കാര്യങ്ങളും പോകുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മനുഷ്യന്മാർക്ക് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പം ദുആ ചെയ്യുമ്പം ഇതുപോലെ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് റബ്ബേ ഏതെങ്കിലും രീതിയിൽ എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, ഞാൻ എന്റെ കൊടുക്കലുകളിൽ, എന്റെ വാങ്ങലുകളിൽ, എന്റെ വെക്കലുകളിൽ ഒക്കെ, എന്റെ സമ്പത്തുകളിൽ ഏതെങ്കിലും രീതിയിൽ റബ്ബേ നിനക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നീ എനിക്ക് എത്തിച്ചു തരണേ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നീ എനിക്ക് എത്തിച്ചു തരണേ, എനിക്ക് അതിനുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള തൗഫീഖ് നീ തരണം. ഓക്കെ, നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അള്ളാഹു എത്തിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഹദീസ് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, പലിശ വെറും നമ്മൾ വിചാരിക്കുന്നത് പോലെ ബാങ്കിൽ കൊടുക്കുമ്പോഴും ബാങ്കിൽ നിന്ന് കിട്ടുമ്പോഴുള്ള പലിശ മാത്രമല്ല, പല രീതിയിൽ പലിശകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ആക്ഷന്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് അത്രയും കടുപ്പമേറിയതാണ്. എന്ത്, സ്വന്തം മാതാവുമായിട്ട് സിന ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ളത്. ഇതുപോലെ വേറൊരു റിപ്പോർട്ട് ഉണ്ട്, അത് അഹ്മദും തബ്രാനിയും റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. അതിനകത്ത് 1 ദിർഹം എങ്കിലും ഒരു മനുഷ്യൻ പലിശയായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിനായുടെ 36 തരം, അതായത് 36 ടൈപ്പ് സിനായേക്കാളും മോശമാണെന്ന്. ഓക്കെ, ഈ ഹദീസും ഇതേപോലെ വൈഫായിട്ട് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അഹ്മദിലും തബ്രാനിയിലും വന്നിട്ട് അൽബാനി സ്വഹീഹാക്കിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അല്ലാഹു അഅലം. അപ്പം എപ്പോഴും വളരെയധികം സൂക്ഷിക്കുക പലിശയുമായിട്ട് ഇടപെടുമ്പോൾ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഇതുപോലെ പലിശ എത്ര മോശമാണ്, എത്ര സിവിയർ ആണ് പലിശയുമായിട്ട് ഇടപെടുന്ന കാര്യം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെയൊക്കെ അതിനെ നമ്മളെ നരകത്തിലേക്ക് വലിച്ചഴക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കണം. ഒരുപാട് പ്രയാസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാം. അപ്പം അതിന്റെ ആ ഒരു സീരിയോസിറ്റിയോട് കൂടി നമുക്ക് ആയത്തിലേക്ക് കടക്കാം. അല്ലദീന യഅ്കുലൂന റിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പലിശ തിന്നുന്നവർ. ഓക്കെ, ആര് പലിശ തിന്നുന്നുവോ, യഅ്കുലൂന അക്കല, ഹംസ കാഫ് ലാം, അക്കല എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം കഴിക്കാം അല്ലെങ്കിൽ തിന്നാന്നുള്ളത്. ഇവിടെ എന്താ തിന്നുന്നത്? റിബ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? എങ്ങനെയാണ് അവർ പലിശ തിന്നുന്നത്? ഇവിടെ തിന്നാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, പലിശ എടുക്കുക, പലിശയിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുക, പലിശയുമായിട്ട് ഡീൽ ചെയ്യുക, പലിശയിലൂടെ ലാഭം ഉണ്ടാക്കുക. ഓക്കെ, പലിശനെ എഴുതുക, ഏതൊരു രീതിയിലും പലിശയുമായിട്ടുള്ള ഗുണം, അതായത് പലിശയുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനം ഉൾക്കൊള്ളുന്ന ആളുകളെയാണ് യഅ്കുലൂന റിബ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ സ്വീകരിക്കുന്നവനെ എന്താക്കിയിട്ടുണ്ട്? കേസ് ചെയ്തിട്ടുണ്ട്. പലിശ കൊടുക്കുന്നവനെ കേസ് ചെയ്തിട്ടുണ്ട്. എടുക്കുന്നവന് മാത്രമല്ല, കൊടുക്കുന്നവനെയും കേസ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? ശപിച്ചിട്ടുണ്ട്. അതിന്റെ 2 സാക്ഷികളെയും അത് എഴുതുന്നവനെയും ശപിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം യഅ്കുലൂന റിബ എന്ന് പറയുമ്പം പലിശ വാങ്ങുന്നവൻ മാത്രമാണെന്ന് വിചാരിക്കേണ്ട, കൊടുക്കുന്നവനും അതിനകത്ത് പെടും. ഓക്കെ, അപ്പൊ പലിശ കൊടുക്കാമോ? ഇല്ല, കൊടുക്കാൻ പറ്റൂല. പലിശ കൊടുക്കലും ഹറാമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു വിശ്വാസിയിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ 2 കൂട്ടം ആളുകളെയും ശപിച്ചിട്ടുണ്ട്. മുസ്ലിമിൽ വന്നിട്ടുള്ള 2 റിപ്പോർട്ടുകളാണ്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മൂക്കിലഹു, പലിശ തിന്നുന്നവനെയും തീറ്റിപ്പിക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ആക്കില റിബ വ മൂക്കിലഹു വ കാതിബഹു വ ഷാഹിദൈഹി വ ഖാലഹും സവാ, പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. മാത്രമല്ല വഖാല ഹും സവാ, അവരെല്ലാം ഒരുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം കൊടുക്കലും അത് ഒരേപോലെ ശപിച്ചിട്ടുള്ള കാര്യമാണ്. ഈക്വലി റെസ്പോൺസിബിൾ ആണ് കൊടുക്കുന്നവരും. അപ്പം അല്ലദീന യഅ്കുലൂന റിബ, പലിശ തിന്നുന്നവൻ, പലിശയിൽ ജീവിക്കുന്നവൻ, പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്നവൻ. എന്തുകൊണ്ടാണ് അക്കല എന്ന് പറയുന്നത്? നമ്മൾ പലിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന മെജോറിറ്റി പൈസയും എങ്ങോട്ടാ പോണത്? വയറ്റിലേക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരുടെ ബേസിക് ആവശ്യം തന്നെ അതാണ് അല്ലെ, ജീവൻ നിലനിർത്തുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പം കൂടുതൽ കാര്യങ്ങളും വയറ്റിലേക്കാണ് പോകുന്നത്. അപ്പം അക്കല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അല്ലെ, നമുക്ക് വിശക്കുമ്പോൾ, നല്ല വിശപ്പുള്ളപ്പോൾ നമുക്കൊരു ആക്രാന്തം വരാനുണ്ട് അല്ലെ, ആ ഒരു ഗ്രീഡ് വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെയാണ് ഈ പലിശ എന്ന് പറയുന്നത്. അധികം കിട്ടാനുള്ള ആക്രാന്തമാണ് അല്ലെ, ഗ്രീഡിനെസ് ആണ് എന്ത്, ഈ പലിശയിലേക്ക് ആളുകളെ എത്തിക്കുന്നത് തന്നെ. അതായത് പലിശ വാങ്ങുന്നതിലേക്ക് അവന് ഉള്ളത് പോരാ, കൂടുതൽ വേണം.
ഇവൻ പലിശ കൊടുക്കുന്നതിലേക്കും എത്തിക്കുന്നത് അതാണ്. ഉള്ളത് പോരാത്ത ഒരവസ്ഥയാണ് അല്ലെ. അപ്പം ആ ഒരു ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് വിശപ്പ് എന്നുള്ള ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ അക്കല എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവനുള്ളത് അവന് സാറ്റിസ്ഫൈഡ് അല്ല, അവന് കൂടുതൽ വേണം. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വിശപ്പോടുകൂടി ആർത്തിയോടുകൂടി സാറ്റിസ്ഫൈഡ് ആവാതെ കഴിക്കുന്നത് കൊണ്ടാണ് യക്കുലൂന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് റിബ? റിബ എന്ന് പറയുന്നത് റൂട്ട് റോ ബ വാ, റബ യർബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികരിക്കുക, വർദ്ധിക്കുക എന്നർത്ഥം. എന്തെങ്കിലും ഒന്ന് കൂടുന്നതിന്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കുറച്ചു മുമ്പുള്ള ആയത്തിൽ റബുവ എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. കെമസലി ജന്നത്തിൻ ബി റബുവ, ഒരു ഉയർന്ന ഭൂമി. ഓക്കെ, അതേപോലെ റിബ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കൂടുന്നതാണ്, ഉയർന്നതാണ്, വർദ്ധിക്കുന്നതാണ്. ടെക്നിക്കലി ശരിയാ ഡെഫിനേഷൻ പറയുമ്പോൾ റിബ എന്ന് പറയുന്നത് കുല്ല് ഖർദിൻ ജറ നഫ്അൻ ഫഹുവ റിബ. കുല്ല് ഖർദിൻ, എല്ലാ ചെലവുകളും, എല്ലാ കടങ്ങളും, ഓക്കെ, എല്ലാ കടങ്ങളും ജറ നഫ്അൻ, അത് ഏതെങ്കിലും രീതിയിലുള്ള ലാഭം, പ്രോഫിറ്റ്, പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫഹുവ റിബ, അത് റിബ ആണ്. ഓക്കെ, നമ്മൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു പൈസ അല്ലെ, ഇവിടെ പ്രത്യേകിച്ച് കർദ് എന്ന് പറയുമ്പോൾ പണമാണ് ഉദ്ദേശിക്കുന്നത്, മണി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ കടം വാങ്ങുന്നു എന്ന് വരുമ്പോൾ അതിനേക്കാളും മേലെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ജറനഫ, അതൊരു പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫഹുവ റിബ, അതാണ് റിബ. ഓക്കെ, അപ്പം ഒരാള് ഒരു 1000 രൂപ ഒരാൾക്ക് കൊടുക്കുകയാണ്, ഓക്കെ, ഒരു കൊല്ലത്തേക്ക്. തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് 1050 എന്ന് പറഞ്ഞാൽ 50 രൂപ എന്താണ്? പലിശയാണ് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീടിന്റെ കാര്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഒരു 40 ലക്ഷം എടുക്കുകയാണ്, അത് കുറച്ചായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ ആ കുറച്ചുകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 45 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം റിബയാണ്. അതുപോലെ ഏത് രീതിയിലും, അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, ഏതൊരു രീതിയിലും കടം എടുത്ത് അത് അതിനേക്കാൾ 1 രൂപ അധികമാകുന്നുണ്ടെങ്കിൽ അതെന്താണ്? റിബാണ്. അല്ലദീന യഅ്കുലൂന റിബ. അപ്പം പണം കൊണ്ട് പണം ഉണ്ടാക്കലാണ് എന്താണ്? റിബ അല്ലെ. പണം കൊടുത്തിട്ട് അത് അതിന്റെ ഫൈനായിട്ടോ അതിന്റെ ഫീ ആയിട്ടോ അതിന്റെ ലാഭമായിട്ടോ ഏതെങ്കിലും രീതിയിൽ എക്സ്ട്രാ പൈസ, അത് എത്ര കുറവാണെങ്കിലും 0.5% ആണെങ്കിലും 1% ആണെങ്കിലും എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അത് റിബ ആണ്. നമ്മൾ ബാങ്കിൽ കൂടെ ഉള്ളതാണെങ്കിലും. അപ്പം അതിന്റെ വെറൈറ്റീസും അതിന്റെ കണക്കുകളൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം ഒരു 1000 കൊടുത്തിട്ട് 1050 വരുമ്പോൾ, ഓക്കെ, ആ 50 എന്ന് പറയുന്ന എക്സ്ട്രാ വരുമ്പോൾ ഈ 1000 ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻ പോലും അത് തിന്മയായിട്ട് മാറാണ്. ഓക്കെ, 1050 രൂപയല്ല തിന്മയാവുന്നത്, ഈ 1050ഉം തിന്മ, അത് ഉൾപ്പെടുന്ന ആ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ ഒരു മേജർ വലിയ പാപമായിട്ട് മാറുകയാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളെയും നശിപ്പിക്കാൻ, അതായത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു പാപമായിട്ട് മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരത്തിലുള്ള ആളുകൾ അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമൂന, അവർക്ക് നിൽക്കാൻ പറ്റൂല, അവര് നിൽക്കൂല, ഇല്ല ഒഴികെ, കമാ യഖൂമു, നിൽക്കുന്നത് പോലെ അല്ലാതെ, അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, ബാധ അഥവാ ഭ്രാന്ത് നിമിത്തം പിശാച് മറിച്ചു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ. ഓക്കെ, അപ്പം യതഖബ്ബതുഹു റൂട്ട് ഖബ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദർബാണ്, നല്ല ശക്തമായിട്ടുള്ള ദർബ്, അടിക്കാണ് ഖബ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ അടിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കുന്നത് പോലെ. ഇപ്പം ആരും ഡൗട്ടുകൾ ചോദിക്കേണ്ട, നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയുന്ന കാര്യം കേൾക്കുക. നിങ്ങൾ ഡൗട്ടുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഇതിനിടയ്ക്കുള്ള സംസാരം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഈ പറയുന്നത് അങ്ങോട്ട് കയറൂല. ഓക്കെ, ഇൻഷാല്ലാഹ് അവസാനം ഡിസ്കസ് ചെയ്യാം അത്തരം കാര്യങ്ങൾ. ഖബ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള അടി, ഓക്കെ, വളരെ സിവിയർ ആയിട്ടുള്ള, അതായത് ഒരു ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന അത്രയും ശക്തമായിട്ടുള്ള അടി. അത് ഒരാളുടെ മേല് മുറിവുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ല് പൊട്ടിക്കുക, ആ ഒരു എല്ലുകൾ പൊട്ടിപ്പോവുക, ആ രീതിയിലുള്ള അടിക്കാണ് ഖബ്ത് എന്ന് പറയുന്നത്. തഖബ്ബുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരു സെൻസും ഇല്ലാണ്ട് അടിച്ചുകൊണ്ടിരിക്കുക, അത് വയലന്റ് ആയിട്ട്. അത് ഈ ഒരു ഒട്ടകം എങ്ങനെ അതിന്റെ കാല് നിലത്തിട്ട് ഭൂമിയിലിട്ട് ഇങ്ങനെ ടക്കടക്കെന്ന് പറഞ്ഞ് അടിക്കുന്നു, അതേപോലെ വയലന്റ് ആയിട്ട് അടിക്കുന്നതിനാണ് തഖബ്ബുത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു മരത്തിന്റെ ബ്രാഞ്ച് ഇങ്ങനെ ശക്തമായിട്ട് കുലുക്കുക, അതിന്റെ ഇലകളൊക്കെ വീഴാൻ വേണ്ടിയിട്ട്, ആ രീതിയിലുള്ള ഒരു പ്രഹരത്തിനാണ് തഖബ്ബുത്ത് എന്ന് പറയുന്നത്. തഖബ്ബുത്തിന് വേറൊരു അർത്ഥമുള്ളത്, അല്ലെങ്കിൽ തഖബ്ബുത്ത് എന്ന് പറയുന്നത് ഖബുത്ത ബിൽ ലൈൽ എന്നും അർത്ഥമുണ്ട്. അതായത് ഒരാള് രാത്രിയിൽ
യാത്ര ചെയ്യാണ്. എങ്ങനെ റാൻഡം ആയിട്ട്, അതായത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമില്ലാതെ ഇടയ്ക്ക് വീണും ഇടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കും, ആ രീതിയിലുള്ള യാത്രയ്ക്കും തഹബ്ബുത്ത് എന്ന് പറയും. അപ്പം തഹബ്ബുത്ത്, ഷെയ്ത്താന്റെ തഹബ്ബുത്ത് എന്ന് പറയുന്നത് ജിന്നോ ഷെയ്ത്താനോ ഒരാളെ ഹിറ്റ് ചെയ്ത്, അതായത് അയാളെ ഫിസിക്കലി ഇഫക്ട് ചെയ്തിട്ട് അയാളെ മേലെ അടിച്ചിട്ട് അയാള് അങ്ങേയറ്റം ഒരു ക്രേസി, ഒരു എന്താ പറയാ, ബാധയേറ്റ ഒരു അവസ്ഥയിൽ ആയിരിക്കാം. ഓക്കെ, നമ്മളിൽ പലരും അല്ലെ അത് റിയൽ ലൈഫിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് വീഡിയോസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതായത് ജിന്നിന്റെ ഒരു ബാധ ഏറ്റ് കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുക, എങ്ങനെയാണ് അയാൾ സംസാരിക്കുക, അയാൾ ഒച്ചയിടും അല്ലെ, അയാൾ ഏത് രീതിയിലാണ് പെരുമാറുക, സ്വന്തം ബുദ്ധി ഉപയോഗിക്കാൻ അയാൾക്ക് അപ്പം പറ്റില്ല. ഒരു ബോധം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ പലതും അയാളിൽ നിന്ന് നമുക്ക് കാണേണ്ടി വരും. ഇനിയിപ്പം ഇവിടെ ജിന്നബാധയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അതും നമ്മൾ അഖീദ ക്ലാസ്സുകളിൽ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സംശയങ്ങൾക്കുള്ള മറുപടികളും കൊടുത്തിട്ടുണ്ട്. സ്വീകരിക്കാൻ പറ്റുന്നവർ മാത്രം അത് കേൾക്കുക, സ്വീകരിക്കുക. അല്ലാത്തവര് നിങ്ങളുടെ ആ ഒരു യുക്തിക്കോ ചിന്തക്കോ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അഖീദ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം സിഹറാണെങ്കിലും ജിന്നബാധയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ കേൾക്കുമ്പം ആ ഒരു ക്ലാസ് മാത്രം പോയി കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. അഖീദ ആ ഒരു മൊത്തം പാക്കേജ് കേൾക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ചിന്തകൾക്കും ഈമാനും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ അതിന് പറ്റും. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ. അപ്പം ഒരു ജിന്ന് ബാധയേറ്റ ഒരാൾ എങ്ങനെയാണ് പെരുമാറുക അല്ലെങ്കിൽ സംസാരിക്കുക, അയാൾക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റൂല അല്ലെ, അയാൾ കാരണം ശാരീരികമായിട്ട് എഫക്റ്റഡ് ആണ്, ഇമോഷണലി എഫക്റ്റഡ് ആണ്, മാനസികമായിട്ട് എഫക്റ്റഡ് ആണ്. അയാളുടെ ഒരു കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അയാൾക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാൾ എഫക്റ്റഡ് ആയിരിക്കും. അപ്പം ഈ റിബ കൺസ്യൂം ചെയ്യുന്ന, റിബ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ റിബയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് നിൽക്കാൻ പറ്റൂല. എങ്ങനെ, ഷെയ്ത്താൻ അടിച്ചിട്ട് ഷെയ്ത്താന്റെ ശക്തമായ പ്രഹരം കിട്ടിയിട്ട് മജ്നൂൻ അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് പോയ ഒരാൾ എങ്ങനെ നിൽക്കുന്നോ അങ്ങനെയല്ലാതെ നിൽക്കാൻ പറ്റൂല. എങ്ങനെ, റിബ കഴിക്കുന്ന അല്ലെങ്കിൽ റിബയുമായിട്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. ഷെയ്ത്താനു മിനൽ മസ്. അൽ മസ് എന്ന് പറഞ്ഞാൽ മീൻ സീൻ ആണ് റൂട്ട്. മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പർശിക്കുക എന്നാണ്. ഓക്കെ, ഈ സ്പർശനം എന്ന് പറയുന്നത് നല്ല അടി, ഓക്കെ, നല്ല ശക്തമായിട്ടുള്ള ബീറ്റിംഗ് എന്നുള്ള രീതിയിലുള്ള മസ്സാണ് ഇത്. അതായത് ഷെയ്ത്താന്റെ മസ്സാണ്. ഓക്കെ, ഷെയ്ത്താന്റെ മസ് എന്ന് പറയുന്നത് അയാളുടെ മേലെ ഒരു ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അടിയാണ്. അപ്പം റിബ കഴിക്കുന്ന ആള് ചുരുക്കി പറഞ്ഞ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും. ഷെയ്ത്താനാൽ ബാധിക്കപ്പെട്ട ജിന്ന് അല്ലെങ്കിൽ ജിന്ന് പോലെയുള്ള ബാധയേറിയ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം ലാ യഖൂമൂന, അവർക്ക് നിൽക്കാൻ പറ്റില്ല. എന്താണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ നിൽക്കാൻ പറ്റൂല എന്ന്, എങ്ങനെ അല്ലാതെ നിൽക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. അതിന്റെ ഒരർത്ഥം, രണ്ട് രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പലിശ ഭക്ഷിക്കുന്ന ആൾക്ക്, ഓക്കെ, ആള് എന്താണ്, ഷെയ്ത്താൻ ബാധ, ജിന്ന ബാധ ഏറ്റ പോലെയാണ് അല്ലെങ്കിൽ ജിന്നിനോട് അടി കിട്ടിയ പോലെയാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയാണ് ഒരു ബാധയേറ്റ ആള് ബുദ്ധി ഇല്ലാതെ, അയാളുടെ സ്വന്തം ബുദ്ധിയിലല്ല അയാൾ പ്രവർത്തിക്കല്, അയാളുടെ സ്വന്തം ബുദ്ധിയിലല്ല അയാൾ സംസാരിക്കുക, അയാളുടെ അനക്കങ്ങളൊന്നും അയാളുടെ സ്വന്തം ബുദ്ധിയിലായിരിക്കില്ല. അയാൾക്ക് ബുദ്ധി മറഞ്ഞു പോയ അല്ലെങ്കിൽ എന്താണ് അബോധാവസ്ഥയിലുള്ള അല്ലെങ്കിൽ മന്ദബുദ്ധി അല്ലെങ്കിൽ എന്താ പറയാ ഭ്രാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും. അയാളുടെ മൈൻഡിലല്ല, റീസൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അയാള് പറയാ. അതേപോലെയാണ് പലിശയിൽ പെട്ട ഒരാൾ, അയാളുടെ ബോധം നഷ്ടപ്പെട്ട പോലെ അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥ പോലെയാണ് അയാൾക്ക് ശരിക്കും നോർമലി ഒരാൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റില്ല, നോർമലി ഒരാൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റില്ല, നോർമലി ഒരാൾ പെരുമാറുന്നത് പോലെ പെരുമാറാൻ പറ്റില്ല. ഒരു സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടതുപോലെയാണ് പലിശയുമായി ഡീൽ ചെയ്യുന്ന ആള്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇപ്പം ഒരാള് പലിശ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതൊരു നല്ല ഡിസിഷൻ ആണ്. അതായത് പലിശ എടുക്കുന്ന ഞാൻ അല്ലെങ്കിൽ പലിശ കൊടുക്കുന്ന ഞാൻ സ്വർഗത്ത് പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, എന്നാലും ഞാൻ ആ തീരുമാനം എടുക്കുന്നു എന്ന് പറയുമെന്ന് നമ്മളടുത്ത് ഒരാൾ പറയുകയാണെങ്കിൽ, ആക്ച്വലി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരും നമ്മളടുത്ത് പറയൂല അല്ലെ. അതായത് എനിക്കറിയാം ഞാൻ സ്വർഗത്ത് പോകില്ല എന്ന്, ഞാൻ നരകത്ത് തന്നെയാണ്, എന്നാലും ഞാൻ പലിശയുമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പലിശ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പലിശ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കറിയാം റിബ ഹറാമാണെന്ന്, അത് സിനായേക്കാളും അല്ലെ സ്വന്തം മാതാവുമായിട്ട് വ്യഭിചരിക്കുന്നതിനേക്കാളും മോശമാണെന്ന്, ഓക്കെ, അത് പലതവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ മോശമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പലിശയുമായിട്ട് ഡീൽ ചെയ്യാൻ പോവാണ്, പലിശ വാങ്ങാൻ പോവാണ് അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ പോവാണെന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് എന്താ പറയാ, എനിക്ക് പ്രാന്താണ് അല്ലെ,
സ്വാഭാവികമായിട്ട് നിനക്കത് ബുദ്ധിയില്ലേ, നിനക്കൊന്ന് ആലോചിച്ചൂടെ എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. അത് നമ്മളാണ് പറയുന്നതെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ രീതിയിലുള്ള ഒരു പൈസയുമായിട്ട് ബന്ധപ്പെടുന്നത് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ബുദ്ധി വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു ബാധയേറ്റ വ്യക്തിയെ പോലെയാണ് ഭൂമിയിൽ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അത്തരത്തിലുള്ള ഇതിന് മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് മറ്റു പണ്ഡിതന്മാര് വിശദമാക്കിയത് പ്രകാരം യൗമുൽ ഖിയാമയില് കാഹളത്തിൽ ഊതപ്പെടുന്ന സമയത്ത് ആളുകളെല്ലാം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എന്താക്കും, ആൾക്കാരെല്ലാം ഹഷറിൽ ആളുകൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകും. പക്ഷെ ഈ പലിശ തിന്നുന്ന ആള് അയാൾ എന്താക്കും, എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ ശൈത്താന്റെ അടുത്തുനിന്ന് അടി കിട്ടിയ പോലെ, ജിന്നിന്റെ അടുത്തുനിന്ന് അടി കിട്ടിയ പോലെ അയാൾ വീഴും. അയാൾക്ക് സ്വയം കൺട്രോൾ ഉണ്ടാവില്ല. എഴുന്നേൽക്ക് നിൽക്കും, അയാൾ വീണ്ടും പോകും. പിന്നെ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ചാഞ്ഞു പോകും, ചരിഞ്ഞു പോകും, അയാൾ വീണു പോകും. ശരിക്കും നേരെ ഒരാൾ നടക്കുന്നത് പോലെ നടക്കാൻ പറ്റില്ല. നമ്മൾ കുടിയന്മാരെ കൊണ്ട് പറയുന്ന പോലെ 4 കാലില് അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ട ആളുകളെ പോലെ അവരുടെ മേലെ തന്നെ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നിന്നുള്ള ഹ്യൂമിലിയേഷൻ, അതായത് നിന്ദ അല്ലെങ്കിൽ ശിക്ഷ ആ യൗമുൽ ഖിയാമയിലെ യൗമുൽ ഖിയാമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് മുതൽ, ആ കാഹളം ഊതപ്പെടുന്ന ആ ഒരു സമയം മുതൽ അവരുടെ ശിക്ഷ, അവരുടെ നിന്ദ ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻട്രസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ, അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾ, അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ശിക്ഷ ആ നിമിഷം മുതൽ ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് യക്കുലൂന റിബ. യക്കുലൂന റിബ എന്ന് പറയുന്നത് റിബ എന്ന് പറയുന്ന സംഭവം തന്നെ ആ ഒരു സമയത്ത് ഒരു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാണാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആകും. അതായത് അവരുടെ ഈ എഴുന്നേറ്റ് വരുന്നവരുടെ വയറ് നിറയെ റിബ ഉള്ള പോലെ, അതായത് അവരുടെ വയറിൽ നിറച്ചും പലിശ നിറഞ്ഞിട്ട് വയറ് ഭയങ്കര വലുതായിട്ട്, അതിന്റെ വലുപ്പം കാരണം, വയറ്റിൽ നിറച്ചുള്ള പലിശയുടെ വലുപ്പം കാരണം അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ, അവർക്ക് ഹഷറിന്റെ ആ ഒരു ഭൂമിയിലേക്ക്, യൗമുൽ ഖിയാമയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭൂമിയിലേക്ക് ഓടി അടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ആരെങ്കിലും വലിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലായിരിക്കും അവരെന്നും കൂടെ പറയുന്നുണ്ട്. സൂറത്ത് ഖാഫിൽ 21-ാമത്തെ ആയത്തില് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ സായിഖുൻ എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും നയിച്ചു കൊണ്ടുവരാം, ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഒരാള് അയാളുടെ സ്വന്തം ബുദ്ധി നഷ്ടപ്പെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ജിന്നബാധയൊക്കെ ആയിട്ട് ഒരാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അവരൊരുമാതിരി കുഴഞ്ഞ അവസ്ഥയിലേക്ക്. അപ്പൊ അവരെന്താ ചെയ്യുക? അവർ അൺകോൺഷ്യസ് ആയിട്ട് അവരെ വലിച്ചു കൊണ്ടുവരും. അവരെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ആ സീൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ വീഡിയോസിലൂടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം അവരെ അത്തരത്തിൽ വലിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിൽ ആയിരിക്കും അവർ ആ സമയത്ത് എഴുന്നേൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, വേറെ ഒരാളെ കുറിച്ചും ചിന്തിക്കണ്ട, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുക. ഏതെങ്കിലും 1 രൂപയെങ്കിലും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെയും ഇതിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മള് ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നിട്ട് നമ്മൾ അശ്രദ്ധമായിട്ട് പോകുന്ന 1 രൂപ മതി പലിശയിനത്തിൽ പെടാൻ. അതുകൊണ്ട് ഒരുപാട് മറ്റുള്ളവരെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട, സ്വന്തത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അല്ലദീന യഖുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്കറിയാം, മെഹറാജിന്റെ രാത്രിയിൽ കൊണ്ടുപോകുമ്പോൾ കണ്ട കുറേ കാഴ്ചകൾ അപ്പം അതില് ചില ആളുകളുടെ വയറുകൾ നിറയെ പാമ്പുകൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഒരു വീട് പോലെ അത്രയും വലുതായിട്ട് ആ വയറിനകത്തുള്ള പാമ്പുകളെ പുറത്തു നിന്ന് കാണാൻ പറ്റുന്നത് പോലുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് കാണാണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് ചോദിച്ചു, ആരാണ് ഇവർ? അപ്പം അവര് പലിശ ഭക്ഷിച്ചവരാണെന്ന് പറയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് യൗമുൽ ഖിയാമയില് റിബ പലിശ ഭക്ഷിക്കുന്ന ആളുകള് സീഷേഴ്സ്, അതായത് അപസ്മാരം ബാധിച്ചതുപോലെ ഭ്രാന്തമായിട്ട് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഇത്? ദാലിക അല്ലാഹു തുടർന്ന് പറയാണ്. കാരണം അള്ളാഹു വെറുതെ ഒരാളെയും അന്യായമായിട്ട് ആരെയും അള്ളാഹു ശിക്ഷിക്കൂല, അനീതി കൊണ്ട് അള്ളാഹു ആരെയും ശിക്ഷിക്കൂല. അള്ളാഹു ആർക്കെങ്കിലും ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത് അർഹിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. അള്ളാഹു അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ദാലിക, ഈ ഒരു നിന്ദ, ഈ ഒരു പണിഷ്മെന്റ് എന്തുകൊണ്ടാണ്? ബി അന്നഹും, നിശ്ചയമായും അവര് പറയുന്നുണ്ട് എന്തോ ഒരു കാര്യം. ഖാലു, അവർ പറഞ്ഞു, എന്ത്? ഇന്നമൽ ബൈഉ മിസ്ലു റിബ, നിശ്ചയമായും ബൈഅ റിബ പോലെയാണ്.
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനം അള്ളാഹു റിബ പാടില്ല എന്ന് പറഞ്ഞത് സ്വീകരിക്കുന്നതിന് പകരം അവരെന്താ പറയുന്നത്, റിബ ഹറാമാണ് അല്ലെങ്കിൽ റിബ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതിന് പകരം, അതിനെ സ്വീകരിക്കുന്നതിന് പകരം അവരെന്താണ് റീസൺസ് കൊണ്ടുവരാണ്, പല 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 എക്സ്ക്യൂസസ് കൊണ്ടുവരാണ്. അവരെ റിബ അനുവദിക്കുന്ന രീതിയിൽ, ഓക്കെ, എനിക്ക് റിബ ഓക്കെ ആണെന്ന് പറയുന്ന രീതിയിൽ അവർ പല എക്സ്ക്യൂസസും കൊണ്ടുവരികയാണ്. ഒരുപാട് എക്സ്ക്യൂസസ് അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിനകത്തുള്ള ഒരു എക്സ്ക്യൂസ് ആണ് എന്ത്, ഇന്നമൽ ബൈഉ മിസ്ലു റിബ. എന്താണ് ബൈ എന്ന് പറയുന്നത്? ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയും വാങ്ങുകയും അതിന് ലാഭത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് പൈസ ഉണ്ടാക്കുക, അതിന് പകരം പൈസ വാങ്ങുക, അതായത് ലാഭത്തോടു കൂടി പൈസ വാങ്ങാനാണ് ബൈ എന്ന് പറയുന്നത്. അപ്പം അവര് കുറെ എക്സ്ക്യൂസ് പറയാണ്, എന്താ അള്ളാഹ് ഹറാമാക്കിയ പലിശനെ ഹലാലാക്കാൻ വേണ്ടിയിട്ട്, അത് ഓക്കെ ആണെന്ന് പറയാൻ വേണ്ടി അവർ കുറെ എക്സ്ക്യൂസ് പറയും. അതിനകത്തുള്ള ഒരു എക്സ്ക്യൂസ് ആണ് എന്ത്, ബൈ എന്ന് പറയുന്നത് റിബ പോലെ തന്നെയാണ്. ഓക്കെ, നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, നമ്മൾ അത് കൊടുക്കുന്നു, അതിന്റെ മേലെ ലാഭം ഉണ്ടാക്കുന്നു. അതേപോലെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മൾ അത് കൊടുക്കുന്നു, ആ പൈസന്റെ മേലെ ലാഭം ഉണ്ടാക്കുന്നു. സിമ്പിൾ ആണ് അല്ലെ? അവര് സിമ്പിൾ ആയിട്ട് പറയാം ഇന്നമൽ ബൈഉ മിസ്ലു റിബ. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെ, യഖുലൂന റിബ എന്ന് പറയുന്ന ആൾക്കാര്, അല്ലദീന യഖുലൂന റിബ എന്ന് പറയുന്നവര്, അവരവരുടെ മനസ്സ് അല്ലെ, ബുദ്ധി നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് റീസൺ ചെയ്യാൻ പറ്റൂല, അവരുടെ ബുദ്ധി ശരിക്കും ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും അവരുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ ഒരു തെളിവും കൂടെയാണ് അത്. ഇവർക്ക് അവർ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇന്നമൽ ബൈഉ മിസ്ലു റിബ എന്ന് പറയുന്നത്. ശരിക്കും ടെക്നിക്കലി പറയുമ്പോൾ അവര് കച്ചവടം റിബ പോലെയാണെന്നല്ല പറയേണ്ടത്, റിബ കച്ചവടം പോലെയാണെന്നാണ് പറയേണ്ടത് അല്ലെ. കാരണം അവർക്ക് റിബ ആണ്, പലിശയാണ് ഓക്കെ എന്ന് പറയേണ്ടത് അല്ലെ. ഇന്നമൽ റിബ എന്താണ് മിസ്ലുൽ ബൈ എന്നാണ് അവർ പറയേണ്ടത്. പക്ഷെ അവർ പറയുന്നത് തിരിച്ചാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ പറയുന്ന കാര്യം പോലും അവർക്ക് ശരിക്കും മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മൈൻഡ് ശരിക്കും അല്ല വർക്ക് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്നമൽ ബൈഉ മിസ്ലു റിബ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണല്ലേ, എങ്ങനെയാണ് ഇത് രണ്ടും ഒന്നാകുന്നത്? കാരണം അള്ളാഹു ക്ലിയർ ആയിട്ട് അതിന്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഇത് രണ്ടും ഒരേപോലെ ആവാൻ പറ്റൂല അല്ലെ. കാരണം അഹല്ലല്ലാഹു ബൈഅ, അള്ളാഹു ബൈഅ ഹലാലാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ട്രേഡ്, കച്ചവടം അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്, റിബ ഹറാമോ ആക്കിയിട്ടുണ്ട്. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെങ്കിലും ഒരു കാര്യം ഹലാലാക്കുകയും മറ്റൊരു കാര്യം ഹറാമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ രണ്ടും ഒന്നാവും അല്ലെ? മിസ്ലു റിബ ആവുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ഹെറമ എന്നുള്ള വാക്ക്, ഹെറാം അല്ലെ, അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റിബ എന്താണ്, ഹെറാമാണെന്നല്ലേ. അത് അത് വാങ്ങുന്നതാണെങ്കിലും കൊടുക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അത് ഹറാമ് തന്നെയാണ്, അലൗഡ് അല്ല. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു, എൻഡ് ഓഫ് ദി സ്റ്റോറി. പിന്നെ അതിന് കൂടുതൽ അത് അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നോ എന്നുള്ള ഇഫും ബട്ടും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യമില്ല. അത് ഹറാമാണോ? ഹറാമാണ്. ഖുർആനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 40ഓളം ഹദീസുകൾ റിബയുടെ ഹറാമി എന്താണ് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇജ്മാ ഉണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. ഓക്കെ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഈ റിബയുടെ ആയത്ത് എന്ന് പറയുന്നത് ഏകദേശം അവസാന കാലഘട്ടങ്ങളിൽ അവസാനത്തേക്ക് ഇറങ്ങിയ ആയത്തുകളിൽ പെട്ടതാണ്. അതായത് ഏകദേശം ഫൈനൽ കമാൻഡ്സിൽ പെട്ടതാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അതിനുശേഷം അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അല്ലെ, നമ്മൾ മുമ്പ് നസ്ഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആയത്തുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു ആയത്തും വന്നിട്ടില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല റിബാനെ ഹറാമാക്കിയിട്ടുണ്ട്, കച്ചവടത്തിനെ ഹലാലും ആക്കിയിട്ടുണ്ട് അല്ലെ. അത് രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി, ജാഅഹു അവനിലേക്ക് വന്നു. ഓക്കെ, മൗഇദ ഒരു ഉപദേശം അല്ലെ, ഒരു വാണിംഗ്, ഒരു കൽപ്പന. ആർക്ക് ഇത്തരത്തിലുള്ള ഒരു കൽപ്പന ലഭിക്കുന്നു? മിൻ റബ്ബിഹി, അവന്റെ നാഥനിൽ നിന്ന്. അപ്പൊ അവൻ എന്താ ചെയ്യേണ്ടത്? ഫൻതഹ, പിന്നെ അവൻ നിർത്തണം അല്ലെ, അവൻ നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പൊ വന്നോ അല്ലെ, ഇങ്ങനെയുള്ള ഒരു കൽപ്പന ആരിലേക്ക് വന്നോ അപ്പൊ അവനത് നിർത്തണം അല്ലെ. ഇൻതഹ, നഹിയ, നഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർത്തുക, ഇന്തിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം നിർത്തുക. അതായത് നഹി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ നിർത്തുന്നതിനും പറയാം. ഓക്കെ, ഇന്തിഹ എന്ന് പറഞ്ഞാൽ, ഇന്തിഹ എന്ന് പറഞ്ഞാൽ സ്വയം നിർത്തുക. ഓക്കെ, സ്വയം വിരമിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, സ്വയം മാറി നിൽക്കുന്നതിനാണ് ഇന്തിഹ എന്ന് പറയുന്നത്.
അപ്പം അവൻ പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്നത് നിർത്തി. ആ ഒരു പോയിന്റ് മുതൽ ആർക്ക് അള്ളാഹുവിൽ നിന്നുള്ള വാണിംഗ് എത്തിയോ, കൽപ്പന എത്തിയോ, ഓക്കെ, ആ നിമിഷം മുതൽ അവൻ നിർത്താണ്. ഇനി ഞാൻ പലിശയായിട്ട് യാതൊരു ഡീലിങ്ങും ഇല്ല. അങ്ങനെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു പറയുന്നു ഫലഹു, ദെൻ അവനുണ്ട് മാ സലഫ്, എന്താണോ കഴിഞ്ഞു പോയത്. സലഫ് സീൻ ലാം സെലഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയത്. സെലഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അസ്ലഫ് സെലഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരല്ലേ, മുത്തക്കങ്ങളായിട്ടുള്ള പയസായിട്ടുള്ള പ്രീഡിസസേഴ്സിനെ, നമ്മുടെ ആൻസസ്റ്റർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞു പോയ മുത്തക്കങ്ങൾക്ക് സെലഫുകൾ എന്ന് പറയാറുണ്ട്, സെലഫ് സാലിഹ്യങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പം അവർ കഴിഞ്ഞു പോയതാണ്. അപ്പൊ മാ സെലഫ എന്ന് പറഞ്ഞാല് കഴിഞ്ഞത്. ഓക്കെ, അപ്പം ആ വ്യക്തി അവന്റെ കഴിഞ്ഞ കാലത്ത് ഇത്ര പലിശ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര പലിശ എടുത്തിട്ടുണ്ട്, അത് അങ്ങനെ ആക്കണം, ഇതിങ്ങനെ ആക്കണം, അവന്റെ അറിവില്ലായ്മയുടെ കാലത്തൊക്കെ അവന് തിരിച്ചറിവ് കിട്ടാത്തതിന്റെ സമയത്ത്. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, എൽമും ഷുഊറും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാ യഅലമൂനും ലാ യശ്ഉറൂനും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അറിവുകൾ എത്തിയാലും നമുക്ക് തിരിച്ചറിവുകൾ എത്തിയിട്ടുണ്ടാവില്ല. കാരണം ആ അറിവിന് ഉൾക്കൊള്ളാനുള്ള പാകത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ എത്താത്തത് കൊണ്ടായിരിക്കും ചില സമയത്ത് നമുക്ക് അറിവെത്തിയിട്ടും തിരിച്ചറിവെത്തിയാത്തത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു തിരിച്ചറിവ് ഇത് എനിക്ക് നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ അവൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത്തരത്തിൽ അവനിലേക്ക് ആ ഒരു എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫലഹു മാസലഫ്, അവന് എന്തുണ്ട്, അവന് മുൻ കഴിഞ്ഞു പോയതുണ്ട്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു. അവന്റെ അറിവില്ലായ്മയുടെ കാലത്ത്, തിരിച്ചറിവില്ലായ്മയുടെ കാലത്ത് അവൻ ചെയ്തത് എന്താണെന്നോ കണക്ക് കൂട്ടിയത് എന്താണെന്നോ കൊടുത്തത് എന്താണോ എന്ന് അവൻ കൂടുതൽ ചിന്തിക്കേണ്ട. കഴിഞ്ഞത് അവന് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അല്ലെ, മുമ്പോട്ടുള്ളത് അവൻ ഡീൽ ചെയ്യണം. അവൻ കഴിഞ്ഞത് കഴിഞ്ഞു. അമ്രുഹു ഇലല്ലാഹ്, അവന്റെ കാര്യം അള്ളാഹുവിലാണ്. ഓക്കെ, അവൻ ഓൾറെഡി ചെയ്തു പോയ കാര്യം അള്ളാഹുവിലാണ്. അള്ളാഹു ആണ് അവന് പുറത്തു കൊടുക്കണോ അല്ലെങ്കിൽ അവനെ ചോദ്യം ചെയ്യണോ അല്ലെ അവനെ അതിന്റെ പേരിൽ ശിക്ഷിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. അതായത് ഇവിടെ പുറത്തു കൊടുക്കൽ ഉറപ്പെന്നുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വഴികൾ നന്നാക്കുക, നിങ്ങളുടെ രീതികൾ മാറ്റുക, നന്നാക്കുക, ഇപ്പൊ നന്നാക്കുക. പക്ഷെ അപ്പോഴും പുറത്തു കൊടുക്കൽ എവിടെയാണ്? അമ്രുഹു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹ് തീരുമാനിക്കും അവന് പുറത്തു കൊടുക്കണം അല്ലെങ്കിൽ അവനോട് ചോദ്യം ചോദിക്കണം, അവനെ ശിക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആർക്കാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും അറിയില്ലായ്മയുടെ കാലത്തിൽ അവൻ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു ഒരു രൂപയുടെ രീതിയിൽ പോലും ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തുമാപ്പാക്കി കൊടുക്കട്ടെ. ഈ ഒരു അറിവ് എത്തിയതിനു ശേഷം ആ നിമിഷം തന്നെ അതിലേക്ക് മാറ്റം വരുത്താനും അവനുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഹൃദയത്തിന്റെ ഓപ്പണിങ് തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ. വമൻ ആദ, ഇനി ആര് മടങ്ങുന്നുവോ, ഓക്കെ, ഈ വാണിംഗ് കേട്ടതിന് ശേഷവും, ഓക്കെ, റിബയുടെ പ്രൊഹിബിഷൻ, ഓക്കെ, അതായത് പലിശയുടെ പലിശ പ്രൊഹിബിറ്റഡ് ആണ് അല്ലെങ്കിൽ പാടില്ല എന്ന് അറിഞ്ഞതിന് ശേഷം വീണ്ടും അവൻ പലിശ കൺസ്യൂം ചെയ്യുന്നതിലേക്ക്, പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്നതിലേക്ക് അവൻ പോകുന്നു, അവന്റെ വഴികൾ അവൻ നന്നാക്കുന്നില്ലയോ, വമൻ ആദ, ആദ ഐൻ വാവ് ദാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് തിരിച്ചു പോവുക, അതേ കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടി വീണ്ടും അതിലേക്ക് മടങ്ങാം. ഓക്കെ, അതേ ഹറാമിലേക്ക് മടങ്ങുക, അതേ ഹറാമ് വയറ് നിറയ്ക്കുന്നതിലേക്ക്, വയറ്റിനകത്ത് പാമ്പിനെ നിറയ്ക്കുന്നതിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ആരോ, അവര് നരകത്തിന്റെ ആളുകളാണ്. അവരതില് നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഖാലിദൂൻ, നിത്യമായിട്ട് വസിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ, അതായത് അവര് ഇത് അറിഞ്ഞ നിമിഷം മുതൽ അല്ലെ അവരെ നിർത്തി കഴിഞ്ഞാല് അൽഹംദുലില്ലാഹ്, കഴിഞ്ഞത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തേക്കാം, പൊറുക്കുമെന്ന് തന്നെ വിശ്വസിക്കുക, തൗബ ചെയ്യുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ അറിഞ്ഞതിന് ശേഷവും മടങ്ങുന്നവർ, ആ തിന്മയിലേക്ക് തന്നെ മടങ്ങുന്നവരാരോ അവരെ അള്ളാഹു ശുദ്ധിയാക്കുകയില്ല. അവര് സ്വർഗത്തിന്റെ ആളുകളാകുകയില്ല, അവര് നരകത്തിന്റെ ആൾക്കാരാണെന്ന് മാത്രമല്ല അവരതിൽ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. അത്രയും വലിയ ഒരു പാപമാണ്, അത്രയും കഠിനമായിട്ടുള്ള, അത്രയും വലിയ ശിക്ഷയുള്ള ഒരു പാപമാണ് എന്ത്? റിബ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചുറ്റുപാടും അല്ലെ, നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റുപാടും വലയം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിന് അല്ലെ റിബ
ഫേസ് ചെയ്തിട്ട് വീട് വാങ്ങുന്നവര്, വിദ്യാഭ്യാസം എടുക്കുന്നവര്, ഈവൻ നമ്മളുടെ ചെലവുകൾ നടത്തുന്നവര്, പച്ചക്കറി പഴങ്ങളും അരിയും വാങ്ങുന്നവര്, വസ്ത്രങ്ങൾ വാങ്ങുന്നവര്, ഷൂ വാങ്ങുന്നവര്, നമ്മളുടെ പല യാത്രകൾക്ക് കാർഡോ ഏത് രീതിയിലാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ റിബ കൊണ്ട് ചെലവ് ചെയ്യുന്നവര്, കാർ വാങ്ങുന്നവര്, അള്ളാഹു പറയുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല, നിസ്സാരമാക്കി തള്ളേണ്ട ഒരു കാര്യമേ അല്ല. റിബ ഹറാമാണ്, അത് നരകത്തിലേക്ക് തന്നെ നയിക്കും. അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. അത് ഒരാളെ ഷെയ്ത്താൻ പൊസസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ടഫായിട്ടുള്ള ഒരു കാര്യം, നമ്മളൊക്കെ ഏറ്റവും ഭയക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ജിന്നുബാധ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസ് എങ്കിലും കണ്ടാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ എങ്ങാനും വന്നു പോയാൽ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ചിട്ട് നമുക്ക് ശരിക്കും ബേജാറുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഒരാൾ അങ്ങനെ ശൈത്താൻ ബാധ സംഭവിച്ച് ജീവിക്കുന്ന ഒരു കാര്യം ആലോചിച്ചപ്പോൾ ഭൂമിയിൽ തന്നെ ആലോചിച്ചൊക്കെ എന്തൊരു പ്രയാസമാണെന്ന്. അപ്പം അതുപോലെ പ്രയാസം ഉണ്ടാക്കുന്ന, അതുപോലെ ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളിലേക്ക് വാണിംഗ് എത്തിയോ, ഓക്കെ, അത് പാടില്ല എന്ന് മനസ്സിലാക്കിയോ, അപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തോളാം. ഇൻട്രസ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊള്ളാം, അപ്പം നിർത്തിക്കൊള്ളാം, സ്റ്റോപ്പ് ചെയ്തോളാം. ഇനി ആര് ചെയ്യുന്നില്ലയോ, ആര് അവന്റെ ഓൾഡ് വഴികളിലേക്ക് തിരിച്ചു പോകുന്നുവോ, ഓക്കെ, അവർക്കുള്ളതാണ് നരകം. ഹും ഫീഹാ ഖാലിദൂൻ, അവരതില് നിത്യവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി ഇതൊന്നും ആരും ആദ്യമായിട്ട് കേൾക്കുന്ന ആയത്തൊന്നുമല്ല അല്ലെ. ഈവൻ ഈ വിശദീകരണം ഒരുപക്ഷെ ഈ കാര്യത്തില് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വേറെ പല കാര്യങ്ങളും നമുക്ക് പുതിയതായിട്ട് തോന്നിയെങ്കിലും പലിശയുടെ കാര്യത്തിൽ നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളത് ആണല്ലോ. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മള് ഓരോരുത്തരുടെ വായിൽ നിന്നും കേൾക്കും, എന്റെ സാഹചര്യം ഡിഫറെന്റ് ആണ് അല്ലെ, എന്റെ സിറ്റുവേഷൻ ഭയങ്കര ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു, എനിക്കൊരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടീന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവേണ്ടിയിട്ട് ആയതാണ്, വേറെ സാഹചര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അപ്പൊ അത് ഓക്കെയാണ്, അത്രയും ആവശ്യക്കാരനായത് കൊണ്ടാണ്. നമ്മള് തൽക്കാലത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയ ഈ ഒരു ഈ ഒരു ആയത്തിനെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും. ഹറാമാണെന്ന് അള്ളാഹു പറഞ്ഞതിനെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നിട്ട് നമുക്ക് തന്നെ എക്സ്ക്യൂസ് ഉണ്ടാക്കും. നമ്മൾ ഒരു കാര്യം മറന്നു പോകും. നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ അയച്ചതാ അള്ളാഹു അല്ലേ. അള്ളാഹ് പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ, ഏത് സാഹചര്യത്തിലും നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് എന്ന് മറന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് താമസിക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവാനാണ്, നമുക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടാവാനാണ്, നമുക്കൊരു ബിസിനസ് തുടങ്ങാനാണ്, നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് എത്ര അറ്റം വരെ കൊടുത്തിട്ടാണെങ്കിലും എന്നെന്നും ഭൂമിയിലേക്ക് ജീവിച്ചിരിക്കാനാണ് എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. നമ്മൾ ഈ ഒരു കാര്യം കൂടെ മറന്നു പോകും. അവനെ അനുസരിക്കുമ്പം അവൻ നമ്മളെ സഹായിക്കും എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നിട്ട് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാനാണ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളെ അയച്ചത് എന്ന് നമ്മൾ മറന്നുപോയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ വിചാരിക്കില്ലേ. വീടുണ്ടാവാനാണ്, വിദ്യാഭ്യാസം ഉണ്ടാവാനാണ്, കച്ചവടം ഉണ്ടാവാനാണ്. യെസ്, പല കാര്യങ്ങളിലും പല ഹറാമായിട്ടുള്ള കാര്യങ്ങളിലും ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് ചില സാഹചര്യങ്ങളിൽ അനുവദനീയതകൾ ഉണ്ട്. അതെന്തുകൊണ്ടാ? അത് അവർക്ക് ബറൂറ ആവുന്നത് കൊണ്ട്, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ആവശ്യക്കാരനായതുകൊണ്ട്. അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവന് മരണമല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവന് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടാവുന്നത് കൊണ്ട് ചില കാര്യങ്ങള് ചില ഹറാമാക്കിയ സാഹചര്യങ്ങള് ചില സിറ്റുവേഷനിൽ അത് ഹലാലാക്കിയിട്ടുണ്ട്. അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ, അതിനാണ് ബറൂറ എന്ന് പറയുന്നത്. അത് നമ്മൾ മരണത്തിലേക്ക് സ്റ്റാവ് ചെയ്യുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അതില്ലെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ മരണം തന്നെ. ഇപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ ഭക്ഷണം ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഫ്ലഷ് അല്ലെങ്കിൽ ഇറച്ചി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഹറാമാക്കി എന്തെങ്കിലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് ഔട്ട് ഓഫ് നെസസിറ്റി, അങ്ങേയറ്റം നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് കഴിക്കാം, ഹറാമായതുപോലും കഴിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. സൂറത്ത് ബഖറയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ നിർബന്ധിതമായ അവസ്ഥയിലുള്ളവന് അവന് ഇളവുണ്ട്. പക്ഷേ ഇത് എന്താവരുത്? നിയമലംഘനം, അള്ളാഹുവിന്റെ നിയമത്തിനെ ലംഘിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആവരുത്, അത്യാവശ്യത്തിലധികവും ആവരുത് അല്ലെ. അപ്പം ഒരാൾ മരിക്കാൻ പോവാണ്, പട്ടിണിയാണ് മരിക്കാൻ പോവുക, അയാളുടെ മുമ്പിൽ ഈ പന്നി അല്ലാതെ വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെ, അവന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അത് കഴിച്ചിട്ട് അവന് ജീവൻ നിലനിർത്താം.
അല്ലെങ്കിൽ ഒരു ചത്ത മനുഷ്യന്റെ ഇറച്ചിയല്ലാതെ വേറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇപ്പോഴത്തെ ഗസയിലെ അവസ്ഥയാണ് അല്ലെ. ചെറിയ കുട്ടികൾ പോലും ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുമ്പോൾ അവര് മുമ്പിൽ കിടക്കുന്ന ഫ്ലഷ് അവർ കഴിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഹറാമാക്കിയതൊന്നും അവർ കഴിക്കാൻ തയ്യാറ് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളും അതുപോലെ ഒരു അവസ്ഥയിലാണെങ്കിൽ പന്നി മാംസം നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിച്ചിട്ട് ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുക, അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം മരിച്ച റബ്ബിന്റെ അടുത്തേക്കാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട് വാങ്ങുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഒരു വീട് താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ വീടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് മറന്നുപോകും. അതൊരു ഓക്കെ ആയിട്ടുള്ള ഹലാലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് തോന്നും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളോട് തന്നെ എന്താ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സാഹചര്യം അതാണെന്ന് പറഞ്ഞിട്ടില്ലേ. ഒരു എഡ്യൂക്കേഷൻ ലോണ്, സുബ്ഹാനല്ലാഹ്, അതില്ലാന്ന് വെച്ചിട്ട് നമ്മളാരും മരിക്കാനൊന്നും പോണില്ല അല്ലെ. അത് അത്രയും ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രായം ആവുമ്പോഴേക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും പ്രായം ആവുമ്പോഴേക്ക് ഈ എഡ്യൂക്കേഷൻ ഉണ്ടാവണം, അതിന് ലോൺ എടുക്കണം. കാരണം ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അതുണ്ട് അല്ലെ. അതൊരു ഹറാം ലോൺ ആണെങ്കിലും നമുക്കത് ഓക്കെ ആണ്. ആരാ പറഞ്ഞ അതൊക്കെ വേണമെന്ന്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പാർട്ട് ടൈം പൈസ സമ്പാദിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം തന്നെ സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ രാത്രി പണിയെടുത്തിട്ട് കൊടുക്കാൻ നോക്കാം. അപ്പോഴും അള്ളാനെ അനുസരിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു എളുപ്പം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ആരാ പറഞ്ഞു നമ്മൾ ഭൂമിയിൽ മറ്റുള്ളവരുടെ പിന്നിലായി പോയാൽ എന്താ കുഴപ്പം? പരലോകത്ത് മറ്റുള്ളവരുടെ മുന്നിലാവാൻ പറ്റുമെങ്കിൽ അല്ലെ. സ്വർഗത്തിൽ മറ്റുള്ളവരുടെ മുന്നിലാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഇത്തിരി മറ്റുള്ളവരുടെ പിന്നിലായി പോയാൽ എന്താ കുഴപ്പം? പക്ഷെ നമുക്ക് നമ്മളതായ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇന്നത് വേണം, ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അത് വേണം. സുബ്ഹാനല്ലാഹ്. ഒരു വീട് സ്വന്തമായിട്ട് വേണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? റെന്റ് അള്ളാഹു ഹലാലാക്കിയ കാര്യമല്ല അല്ലെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തില് ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് എന്ന് പറഞ്ഞാൽ പൈസ വേസ്റ്റ് ആക്കലാണ്. അപ്പൊ എന്തിനാ അങ്ങനെ മാസം മാസം റെന്റ് കൊടുക്കുന്നത്? അത് EMI ആക്കിയ പോലെ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോക്കാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ശരിക്കും ആ റെന്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പോലും നമ്മളുടെ ഒരു ആവശ്യം ലൈക് നിറവേറാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ട് നമ്മളെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെന്റ് കൊടുക്കുകയാണെങ്കിൽ അതുപോലും സ്വതക്കയായിട്ട് മാറാണ് അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലായിട്ട് മാറാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ ഇപ്പൊ ഒരു 5000, 10,000, 15,000 ഒന്നും നമ്മൾ മാസം മാസം സ്വതക്ക കൊടുത്തോളണമെന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതുപോലും നമുക്ക് സ്വതക്കയായിട്ട് എഴുതപ്പെടുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഓൾക്ക് ഇത്ര വയസ്സായി, 40 വയസ്സായി, 45 വയസ്സായി, സ്വന്തമായിട്ട് ഒരു വീടില്ല, ലോൺ എടുത്തേക്കാം. കച്ചവടമില്ല, ലോൺ എടുത്തേക്കാം. അള്ളാഹ് തരും നമുക്ക്. ഇതുവരെ അള്ളയാ തന്നത്, ഇനിയും അള്ളാഹ് തരും. വീടെടുത്തോളണം എന്നുള്ള നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അതിനെയൊക്കെ വെറൂറയായിട്ട് കണക്കാക്കാണ്, ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആയിട്ട് കണക്കാക്കാണ്. ആരാ പറഞ്ഞ കച്ചവടം തന്നെ തുടങ്ങണമെന്ന്? ഡെയിലി വേജസിന് നമുക്ക് ജോലി എടുത്തൂടെ? കാരണം അള്ളയല്ലേ റിസ്ക് തരുന്നവന്, അള്ളയല്ലേ ആ റിസ്കിന് ബർക്കത്ത് തരുന്നവന്. അവനെ അനുസരിച്ച് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 കിട്ടുന്നതും കച്ചവടത്തിൽ നിന്ന് മാസം ലക്ഷം കിട്ടുന്നതും വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ദിവസത്തിലുള്ള 500 ആയിരിക്കും കൂടുതൽ. കാരണം അവനാണ് ബർക്ക തരുന്നവൻ. ലോൺ എടുത്ത് കച്ചവടം ചെയ്തിട്ട് ആർക്കെങ്കിലും ബർക്ക ഉണ്ടായതായിട്ട് അറിയോ? നമ്മളാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ്. മറ്റുള്ളവരെ പറയാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. നീ ചെയ്യുന്നത് ശരിയാണ്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മറ്റുള്ളവരെ പറയാൻ വേണ്ടി കാത്തു നിൽക്കുക വേണ്ട. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, മരിക്കാൻ കിടക്കുന്ന സമയത്ത് പന്നിയിറച്ചി വേവിച്ചത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നതിനെ ചൂസ് ചെയ്യോ പന്നിയിറച്ചി കഴിക്കുന്നതിനെ ചൂസ് ചെയ്യോന്ന്? അതാണ് ദറൂറ, ഏറ്റവും അത്യാവശ്യം. സുബ്ഹാനല്ലാഹ്. കേൾക്കുമ്പോൾ പലരും ഒരു പക്ഷേ പലിശയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് സ്വയം ഉറപ്പുള്ള ആളുകൾ, പലർക്കും ചിലപ്പം ഉറപ്പ് പോലും ഉണ്ടാവില്ല. ഉറപ്പുള്ള ആളുകൾ വിചാരിക്കണം ആ ആൾക്കാർക്ക് ഇതൊക്കെ പറയാം, അവർക്ക് ഈ സാഹചര്യം ഇല്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്. അതാണ് എപ്പോഴും മനസ്സിലൂടെ ഓടി വരിക, അവരിലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ സാഹചര്യം ഇല്ലല്ലോ എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ ആ കാര്യത്തിൽ ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് ഓരോരുത്തരെയും വേറെ വേറെ രീതിയിലാണ് ടെസ്റ്റ് ചെയ്യാന്നുള്ളൂ. നമുക്ക് കണ്ടാൽ പോലും ഊഹിക്കാൻ പറ്റില്ല.
നമുക്ക് അറിഞ്ഞോളണമെന്നില്ല അവരും ഈ കാര്യത്തിൽ ടെസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കണ്ണിന് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യും. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പം ചിലർ വെക്കണം എന്റെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞ ചെല്ലുന്നു, പക്ഷെ ഉള്ളവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യത്തിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമുക്ക് ചിന്തിക്കാം. അള്ളാന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. നമ്മൾ പലരെയും കാണുമ്പോൾ അവരെന്ത് ഹാപ്പി ലൈഫാ ജീവിക്കുന്നതായിരിക്കും, പക്ഷെ അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അവർക്ക് അറിയാം. അള്ളാഹു അവരെയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കൽപ്പന അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അതിനുള്ള ടെസ്റ്റ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് തരും. നമ്മൾ അതിനെ അനുസരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു വീണ്ടും തന്നു വീണ്ടും തന്നു വീണ്ടും തന്നു ഒരു ലെവലെത്തുമ്പോൾ അള്ളാഹു നമുക്ക് അത് എളുപ്പമാക്കും. പക്ഷെ നമുക്ക് അനുസരിക്കാൻ പറ്റൂല, ഇത് എന്റെ സാഹചര്യം അതല്ല, എനിക്ക് അനുസരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം കൂടെ അള്ളാഹു അവസരം തന്നിട്ട് അള്ളാഹു നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു എൽമിനെ അങ്ങ് മറച്ചു കളയും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ പഠിച്ചാലും നമുക്കത് ചെയ്യാനേ പറ്റില്ല, നമുക്കതൊരു തെറ്റാണെന്നും തോന്നൂല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഏത് ക്ലാസ് കേൾക്കുമ്പോഴും ഞാൻ ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്, ഞാൻ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം എന്ത് കാര്യത്തിലും നമുക്ക് തിരുത്താനുണ്ടാവും, എന്തൊരു കാര്യത്തിലും നമുക്ക് തിരുത്താനുണ്ടാവും. ആ ഓപ്പണിങ്ങോട് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലവിടെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടാവും. ഓരോ കാര്യം ഇത് റബ്ബ് എന്റെ അടുത്ത് പറയാണ്, എനിക്ക് കറക്റ്റ്, അപ്പൊ റബ്ബ് അതിനുള്ള തുറവി തരും. പക്ഷെ ഇത് ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ ഇത് നന്നാക്കിയാന്ന് വിചാരിക്കും, അതിനപ്പുറത്തെ ലെവലിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, സട്ടിൽ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യൂല ചില സമയത്ത്. ഓക്കെ, അപ്പം അവർക്കൊക്കെ അങ്ങനെ പറയാം, അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, അവർക്ക് ആ സാഹചര്യം ഇല്ലാന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ, അതായത് നമ്മൾ ഈ നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടവര് വിചാരിക്കുന്നത് പോലെ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി തന്നെ അള്ളാഹു ടെസ്റ്റ് ചെയ്യും, എല്ലാരെയും ടെസ്റ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അതായത് അള്ളാഹു പറയുന്നതിന് ഈ ഒരു കാര്യം അനുസരിക്കാതിരിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യും. എസ്പെഷ്യലി അത് നമ്മളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ശരിക്കും അടുപ്പമായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ്. നമ്മളുടെ സാഹചര്യം എന്നാൽ നമുക്കേ അറിയുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കേണ്ട സാഹചര്യത്തിൽ ഇതെന്നല്ല, പലിശ എന്നല്ല, ഏതൊരു അള്ളാഹ് പറഞ്ഞ കാര്യം അല്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുന്ന സാഹചര്യം വരുമ്പോഴും നമ്മളെ മനസ്സിൽ നമ്മളോട് തന്നെ പറയാം എക്സെപ്ഷൻസ് ഉണ്ട്. എപ്പം ദറൂർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ, അതായത് മരിക്കാൻ കിടക്കുമ്പോൾ വേറെ ഭക്ഷണമൊന്നുമില്ല, പട്ടിണിയാണ്, ഇങ്ങനെ മരിക്കും തോന്നുമ്പോൾ നമ്മളെ മുമ്പിൽ പന്നിയിറച്ചി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ മരണം സ്വീകരിക്കോ പന്നിയിറച്ചി സ്വീകരിക്കോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈമാൻ അവിടെ എന്താണെന്നുള്ളതിൽ ഇനി അതിലെത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു ഈമാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. വഴികൾ തുറന്നു തരുന്നവൻ റബ്ബാണ്. ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യത്തിനാണോ പലിശയിൽ ചെന്ന് പെട്ടത് ആ ഒരു കാര്യവും ഭൂമിയിൽ അള്ളാഹു നമ്മളെ അയച്ച കാര്യങ്ങളിൽ പെട്ടതല്ല. സ്വന്തമായിട്ട് ഈ പ്രായമാകുമ്പോഴേക്കും ഒരു വീട് ഓൺ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം, ഇന്ന വിദ്യാഭ്യാസം ലോൺ എടുത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, ഇന്ന വണ്ടി ലോൺ എടുത്തിട്ട് വാങ്ങാന്നുള്ളത്, ഇന്ന കച്ചവടം ലോൺ എടുത്തിട്ട് ചെയ്യാന്നുള്ളത് ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് അയച്ച ഉദ്ദേശത്തിൽപ്പെട്ടതല്ല. അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹ് പറഞ്ഞ ടെസ്റ്റിൽ നമ്മൾ ജയിക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ സിറ്റുവേഷനെ വിലയിരുത്താം. അള്ളാഹ്ക്ക് അറിയാം, നമുക്കും അറിയാം. വേറെ ഒരാൾ പറയാനും വേറെ ആളാൽ തിരുത്തപ്പെടാനും ഒന്നും കാത്തിരിക്കേണ്ട. നമ്മളിലേക്ക് എത്തിയോ നമ്മളെ ചിന്തിക്കുക. ഇവിടെ പ്രത്യേകിച്ച് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇന്ന് ഡിസ്കഷൻസ് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അത് അങ്ങനെ ആകുമ്പോൾ ഓക്കെയാണോ, ഇതൊക്കെയാണോ, മറ്റേതൊക്കെയാണോ, മറിച്ചതൊക്കെയാണോ എന്ന് നിങ്ങളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. നിങ്ങളെ ചിന്തിക്കുക. ഓക്കെ, ചിന്തിക്കുക, റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബെ എനിക്ക് അറിവും തിരിച്ചറിവും തരണേ എന്ന് പറയാം. ഒരു പക്ഷേ ഇന്നത്തെ അറിവ് മതിയാവില്ലെങ്കിൽ അള്ളാഹു ഇതിനേക്കാൾ, നിങ്ങൾ ഓപ്പൺ ആണെങ്കിൽ അള്ളാഹു ഇതിനേക്കാൾ നല്ല ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിക്കും. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മളെ കയ്യിലും നമ്മളെ അറിവിൽ പെടാതെ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നും പോയിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു തീരെ ഞാൻ പൈസയായിട്ട് ഡീൽ ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ പൈസയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും തരുന്ന പൈസ ആണെങ്കിൽ പോലും അവിടെയും നമുക്ക് എന്തൊക്കെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണ നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അറിയില്ല, പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ സ്വയം നമ്മളുടെ സിറ്റുവേഷൻസ് വിലയിരുത്തുക. എന്നിട്ട് റബ്ബിനറിയാം, എനിക്കും അറിയാം, എന്റെ റബ്ബിനും അറിയാമെന്ന് മനസ്സിലാക്കുക. റബ്ബിന്റെ അടുത്ത് യൗമുൽ ഖിയാമയിൽ എനിക്ക് പറയാൻ പറ്റും, റബ്ബേ
എനിക്ക് അറിയായിരുന്നു റിബ ഹറാമാണെന്ന്, പലിശ ഹറാമാണെന്ന്. പക്ഷെ എനിക്കത് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് അതുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. എന്ന് റബ്ബിന്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോന്ന് നമ്മളടുത്ത് ചോദിക്കുക. അന്ന് അവിടെ ആ ധൈര്യമായിട്ട് അത് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ഓൾറെഡി അത്തരത്തിൽ തീരുമാനങ്ങളിൽ പെട്ടുപോയി അതിലേക്ക് പുറത്തു വരാനുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പുറത്തു വരാൻ, ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഒന്നും അല്ലെ, വീടും കാറും വിദ്യാഭ്യാസവും കച്ചവടം ഒന്നും നമ്മളുടെ മേലെ ബാധ്യതയാക്കിയിട്ടുള്ള കാര്യമില്ല. റിസ്ക് അള്ളാഹ് തരുന്ന ഉറപ്പാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ഹറാമായ മാർഗത്തിലൂടെ നമ്മൾ അതിലേക്ക് എന്തിലേക്കെങ്കിലും എത്തിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനം എടുക്കണോ വേണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക നമ്മളുടെ സിറ്റുവേഷൻസ്. ഓക്കെ, എന്നിട്ട് റബ്ബിന്റെ അടുത്ത് പറയാം. റബ്ബിന്റെ അടുത്ത് എനിക്ക് അവിടെ അന്ന് ചെന്ന് നിന്നിട്ട് പറയാൻ പറ്റുമോ, റബ്ബെ എനിക്കിത് ഹറാമാന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇനി ചില കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ്ലി ഹറാമാന്ന് അറിയില്ലായിരിക്കും. ചിലപ്പോൾ നമുക്ക് സംശയിക്കാം, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതാണോ ഇതാണോ. സംശയത്തിന്റെ അടുത്തേക്ക് പോലും പോണ്ട അല്ലെ. അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ, ജീവൻ മരണ പോരാട്ടത്തിന്റെ കാര്യമല്ല എന്നുണ്ടെങ്കിൽ സംശയത്തിന്റെ അടുത്തേക്ക് പോലും പോണ്ട. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റബ്ബ് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബ് ഒരു മാർഗം കാണും. അപ്പം നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെ ചെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ആലോചിക്കുക. നമ്മൾ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് ആലോചിക്കുക. അന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവും ഉറപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ അടുത്തേക്ക് പോലും പോണ്ട. ഇനി അടുത്തെവിടെയെങ്കിലും പെട്ടുപോയവര് ഓടി രക്ഷപ്പെടുക, ദുആ ചെയ്യുക. അള്ളാഹു എളുപ്പാക്കട്ടെ, എല്ലാവർക്കും എളുപ്പാക്കട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നു തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്തിട്ട് മടങ്ങുക. ധാരാളമായിട്ട് നന്മ വർദ്ധിപ്പിക്കുക, ധാരാളമായിട്ട് നന്മ വർദ്ധിപ്പിക്കുക. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കട്ടെ, എല്ലാവർക്കും പുറത്തു തരട്ടെ. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. പക്ഷെ അതിന്റെ കാര്യത്തിൽ കൂടുതൽ സെറ്റാക്കാനോ കണക്ക് കൂട്ടാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതും അള്ളാഹു തരുന്ന ഒരു എളുപ്പമാണ് അല്ലെ. നിങ്ങൾ അത് വിട്ടേക്ക്. നിങ്ങൾ നിങ്ങളുടെ ഭാവി ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ നന്നാക്കുക. നിങ്ങളുടെ യൗമുൽ ഖിയാമയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. സൂറത്തുൽ മാഇദയിൽ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസ്റതു അൽ ഖബീസ്. നബിയെ പറയുക, ദുഷിച്ചതും നല്ലതും സമമാവുകയില്ല, ദുഷിച്ചതിന്റെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി അല്ലെ. അപ്പം ഒരിക്കലും ഹബീസ് ആയിട്ടുള്ളതും ത്വയ്യിബായിട്ടുള്ളതും സെയിം ആവില്ല. ഇനി ഹബീസ് നമുക്ക് ഇനി എത്ര വർദ്ധിക്കും തോന്നിക്കഴിഞ്ഞാലും അതുകൊണ്ട് അതിൽ നമ്മൾ തലയിടുക വേണ്ട. കാരണം പലിശയാണെങ്കിൽ അത് പലിശ തന്നെയാണ്, അത് മോശമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ്. മാസങ്ങളോളം വർഷങ്ങളോളം ഒരു മുറിയിൽ ഒരു റൂമിൽ റെന്റിൽ താമസിക്കുന്നുണ്ടെങ്കിലും അത് ഹബീസ് അല്ല അല്ലെ, അത് അപ്പോഴും ത്വയ്യിബാണ്, അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ആണ് റിസ്ക് തരുന്ന ഉറപ്പ് നൽകുന്നവൻ. നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളല്ല, നമ്മളെ സഹായിക്കാൻ പറ്റ ആൾക്കാരല്ല. ഓക്കെ, അപ്പൊ ആ ഒരു മുറി റെന്റിൽ നിന്ന് മാറി വീടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലായ പൈസയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഒരിക്കലും ഹബീസും ത്വയ്യിബും ഒരുപോലെ ആവുകയില്ല. ഹബീസ് വർദ്ധിക്കും നമുക്ക് തോന്നും അല്ലെ, സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ ഒരു കച്ചവടം നയിപ്പ് ഇന്ന് ഒരു ദിവസം വരുമാനം തീരെ ശരിയാവുന്നില്ല, ഒരു കച്ചവടം തുടങ്ങിയാൽ കുറച്ച് ലക്ഷങ്ങൾ കിട്ടുന്നുള്ളത്, ആ ഹബീസ് എത്ര വർദ്ധിപ്പിക്കുന്നു നമ്മളെ, അത് ഏത് രീതിയിൽ നമ്മളെ സന്തോഷപ്പെടുത്തിയാലും അത്ഭുതപ്പെടുത്തിയാലും അതിലേക്ക് പോവേ വേണ്ട. സുബ്ഹാനല്ലാഹ്. പലരും അല്ലെ, ഇന്നത്തെ കാലത്തൊക്കെ ഫുള്ള് പൈസ ഒക്കെ കൊടുത്തൊരു വീടൊക്കെ വാങ്ങാൻ പറ്റുമോ, ഈ മാസം റെന്റ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് EMI കൊടുക്കുന്നതല്ലേ, ഒക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ട്, അതായത് ഹബീസ് നമ്മളെ ചുറ്റുപാടുമുണ്ട്, ആ മാലിന്യം നമ്മളെ ചുറ്റുപാടുമുണ്ട്. നമ്മളെല്ലാവരും, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ബന്ധുക്കളും നമ്മുടെ അയൽവാസികളും ഒക്കെയും ഹബീസിൽ പെട്ടിരിക്കുകയാണെങ്കിൽ പോലും അള്ളാഹു ഹറാമാക്കിയതിനെ നമുക്ക് ഹലാലാക്കാൻ പറ്റില്ല. അത് രണ്ടും ഒന്നല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. ഓക്കെ, എല്ലാരും ചെയ്യുന്നുണ്ടെങ്കിലും വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ ഹബീസ് എത്ര വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണെങ്കിലും എത്ര അത്ഭുതപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ബഖറ 276.
يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. അപ്പം 276 പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നു, ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യുന്നു. അള്ളാഹു ആകട്ടെ മഹാപാപിയായ, നന്ദികെട്ട അഥവാ അവിശ്വാസിയായ എല്ലാവരെയും ഒരാളെയും അവൻ ഇഷ്ടപ്പെടുന്നതുമല്ല. വാക്കർത്ഥം യംഹഖു മീം ഹാഖാഫ് മാച്ചുകളെയും, അള്ളാഹു അരിബ പലിശയെ, വാവ് വയുർബി വളർത്തുകയും ചെയ്യും, സെയിം റൂട്ടാണ്. അസ്വദഖാത്ത് ദാനധർമ്മങ്ങളെ, അള്ളാഹു ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നില്ല, കുല്ല ഓരോ, കെഫാറിൻ നന്ദി കെട്ടവനെയും, അസീം മഹാപാപിയായ. നോക്കാം. അള്ളാഹു പറയുന്നു യംഹഖുല്ലാഹു റിബ, അള്ളാഹു റിബയെ പലിശയെ എന്താക്കുന്നു? അള്ളാഹു നശിപ്പിച്ചു കളയുന്നു, അല്ലെ, തുടച്ചു നീക്കുന്നു. യംഹഖ് മീം ഹാ ഖാഫ് മഹഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇല്ലാണ്ടാക്കുക, എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അത് അതായത് എന്തെങ്കിലും ഒരു സംഭവത്തിനെ ഇൻടാഞ്ചിബിൾ, അതായത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത ഒരു സെൻസിൽ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അതിന്റെ അനുഗ്രഹത്തിനെ എടുത്തു കളയാം. അപ്പൊ നമ്മൾ പറയും അതിനകത്ത് ഇപ്പൊ ഒരു പൈസക്ക് ബറക്ക ഇല്ലാണ്ടായി, അല്ലെ, അതിനൊരു ബറക്കയില്ല. അത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ബറക്ക എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിൽ നിന്ന് അനുഗ്രഹത്തിനെ എടുത്തു കളയാം. അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നശിപ്പിച്ച് കളയുക, കുറച്ച് കളയുക, ഇല്ലാണ്ടാക്കുക എന്നൊക്കെ. അതായത് ഇല്ലാണ്ടാക്കി അതായത് കുറച്ച് അതിനെ ഇല്ലാതാക്കാം. ഓക്കെ, അപ്പം ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ലെവലിൽ പറയുമ്പം യംഹഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറച്ച് നശിപ്പിക്കുക, അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. ഇൻടാഞ്ചിബിൾ സെൻസിൽ അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അതിന്റെ ബറക്ക അല്ലെങ്കിൽ അനുഗ്രഹത്തിനെ എടുത്തു കളയാന്നുള്ളത്. ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലും എന്താണ്, അതുകൊണ്ട് എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതുകൊണ്ട് ആളുകൾക്ക് ഒരു പ്രയോജനം ഇല്ലാതാക്കുക എന്നുള്ളത്. യംഹഖുല്ലാഹു റിബാനെ അള്ളാഹു സുബ്ഹാനഹു ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. അതായത് ആ ഒരു പണത്തില്, റിബയിലുള്ള പൈസയിൽ ഒരു ബറക്ക ഉണ്ടാവില്ല. അപ്പം ഇതിനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് യംഹഖുല്ലാഹു റിബ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നശിപ്പിക്കുന്നു. എങ്ങനെ? അതിനെ ഹറാമാക്കിക്കൊണ്ട്, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല റിബാനെ ഹറാമാക്കിയിട്ട് അതിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കണം. വിശ്വാസികൾക്ക് അത് ഹറാമാക്കി കഴിയുമ്പോൾ, അല്ലെ, അത് നമുക്ക് റിബ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ആളുകളൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംഭവമേ, അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ലാതാക്കുന്നത് വഴി അള്ളാഹു സുബ്ഹാനഹു തആല റിബാനെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റിബാന്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക്, പലിശയുടെ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആണോ, അള്ളാഹുവിനെ സഹായിക്കുന്ന ആൾക്കാരാണോ? അല്ലെ, അള്ളാഹു റിബ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യം പറയാറുണ്ട്, ഹാഫിളുകളുടെ കാര്യം പറയും, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പ്രോമിസ് ആണ് അള്ളാഹു ഖുർആൻ നിലനിർത്തുന്നത്. അപ്പം അള്ളാഹുവിന്റെ ആ പ്രോമിസ് നിലനിർത്തുന്ന ആൾക്കാരാണ് ഈ ഹാഫിളാക്കുന്ന, ഖുർആൻ ഹിഫ്ലാക്കുന്ന ആൾക്കാർ. കാരണം ഭൂമിയിൽ പെട്ടെന്ന് ഒരു ദിവസം എല്ലാ ഖുർആന്റെ കോപ്പികളും നശിപ്പിച്ചു കഴിഞ്ഞാലും അത്രയും ഹാഫിളുകൾ ഭൂമിയിലുണ്ട്, അല്ലെ. അവര് ഖുർആൻ വാക്ക് ബൈ വാക്ക്, ഹർക്കത്ത് ബൈ ഹർക്കത്ത് പുനരുജ്ജീവിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പം റിബാനെ അള്ളാഹു സുബ്ഹാനഹു തആല നശിപ്പിക്കാന്ന് അള്ളാഹുവിന്റെ പ്രോമിസ് ഉള്ളപ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടുപോകുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ റിബ സിസ്റ്റത്തിനെ, പലിശ സിസ്റ്റത്തിനെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ കോസിനെ സഹായിക്കുന്ന ആൾക്കാരാണോ, അതോ ഷെയ്ത്താന്റെ കോസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ? റിബാനെ പ്രൊമോട്ട് ചെയ്യുന്ന, പലിശനെ പ്രൊമോട്ട് ചെയ്യുന്ന, പലിശനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആൾക്കാരാണ്? നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അള്ളാന്റെ സഹായികളാണ്, അള്ളാന്റെ അൻസാറുകളാണ് നമ്മളെന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. മാത്രല്ല നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ച പൈസ പോലും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് പെട്ടു പോവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നശിപ്പിച്ചില്ലാണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന റിബ സിസ്റ്റത്തിലേക്ക് പെട്ടുപോവാണ് നമ്മൾ ഹലാലായ പൈസ പോലും. അപ്പം യംഹഖുല്ലാഹു റിബ. രണ്ടാമത്തെ രീതിയിൽ അത് മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല റിബയിൽ നിന്ന് അതിന്റെ ഗുഡ്നസ്, അതിന്റെ നന്മ അല്ലെങ്കിൽ ബറക്ക എടുത്തു കളയുന്നുള്ളത്. ഓക്കെ,
അത് ഒരാള് പലിശയിലൂടെ അയാൾ നേടുന്ന സ്വത്ത് അല്ലെങ്കിൽ പലിശ കൊടുത്തുകൊണ്ടുള്ള അയാളുടെ സ്വത്ത്, അതിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ബ്ലെസ്സിങ് ബറക്ക അള്ളാഹു എടുത്തു കളയും. ആൾക്കാർ അല്ലെ റിബയില് വീടുകൾ വാങ്ങുമ്പോൾ, വിദ്യാഭ്യാസം വാങ്ങുമ്പോൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ അടയ്ക്കുമ്പോൾ, കച്ചവടത്തിന് വേണ്ടി എടുക്കുമ്പോൾ വർഷങ്ങളോളം അവരത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഉപ്പ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. പലപ്പോഴും ഉമ്മമാരൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഗതികെട്ട അവസ്ഥയിൽ അവരും വർക്കിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ വരും. മക്കളും വർക്ക് ചെയ്യും അല്ലെ. ആഴ്ചയിൽ 5 ദിവസവും 7 ദിവസവും വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് റിബാന്റെ ഇത് തീരെയില്ല, വീട്ടിലെ ചെലവുകളും ഒത്തു കിട്ടൂല, അതിനകത്ത് ഒരു ബറക്കയും ഇല്ലാതായി തീരും. പലരും ആ ഒരു വീടിന്റെ ലോണിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ലോണിന് വേണ്ടി എത്രയോ ആൾക്കാർ ശ്രമിച്ചു കഴിഞ്ഞാലും തീരൂല. കാരണം അതിനകത്ത് ബറക്ക അള്ളാഹു എടുത്തു കളയും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഹലാലായിട്ട് സമ്പാദിച്ച പൈസ പോലും നമ്മൾ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ബറക്ക അവിടെ നിന്ന് ഇല്ലാണ്ടായിട്ട് വരും. ആ ഒരു സേവിങ്സും ഉണ്ടാവൂല അല്ലെ. അത് ഉറപ്പായിട്ടും സേവിങ്സ് ഉണ്ടാവും. അഥവാ സേവിങ്സ് ഉണ്ടെങ്കിൽ പോലും ആ പൈസ കൊണ്ടും യാതൊരു കാര്യവും ഉണ്ടാവില്ല. കാരണം അത് പലിശ നെറ്റ്വർക്കിൽ പെട്ട പൈസ ആയതുകൊണ്ട്. അപ്പൊ യംഹഖുല്ലാഹു റിബ, ആ ഒരു പൈസയില് ബ്ലെസ്സിങ്, അനുഗ്രഹം, അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. രാവും പകലും അല്ലെ വർക്ക് ചെയ്താലും അവരുടെ ഹൃദയങ്ങള് സുബ്ഹാനല്ലാഹ് അത് കൂടെ എംപ്റ്റി ആയിരിക്കും. ജീവിതത്തിൽ നിരാശയായിരിക്കും, വിഷമങ്ങളായിരിക്കും. അത് അവരെ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ബാധിച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ. ആ വീടുകളിൽ സമാധാനമേ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം എത്ര പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലായ്മയെ അവർക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. എത്ര ഏതൊക്കെ വഴിക്ക് പൈസ വന്നു കഴിഞ്ഞാലും അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടുകയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എത്ര ആൾക്കാർക്ക് ജോലി ഉണ്ടെങ്കിലും അവരെല്ലാവരും അടച്ചു തീർത്താലും അത് തീരൂല. അങ്ങനെ അള്ളാഹു എന്താക്കും? അതിനെ ബറക്ക എടുത്തു കളയും. യംഹഖുല്ലാഹു റിബ. വേറൊരു അർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല റിബനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ യംഹഖ് എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഒരാള് അയാളുടെ അധ്വാനത്തിൽ നിന്ന് ഈവൻ നോർമലായിട്ട് ഹലാലായിട്ട് കിട്ടിയ പൈസയിൽ നിന്ന് പോലും അയാൾ ചെയ്യുന്ന നഫഖ, അതായത് ചെലവുകൾ, അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അയാള് റിബായുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിബായിലൂടെ സമ്പാദിച്ച പൈസയാണെങ്കിലും ഇനി റിബായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്, ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലും അയാള് നോർമലായിട്ട് ചെലവാക്കുന്ന അല്ലെ, അയാളുടെ ചെലവുകളുണ്ട്. ഒരു വീട്ടിനകത്ത് ഇപ്പം എന്താണ് കുടുംബത്തിൽ ചെലവാക്കേണ്ട ചെലവുകൾ, ഈവൻ സക്കാത്ത്, സദക്ക, ഇതൊക്കെയും എന്താവും? ഇതിനൊക്കെയും പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. റിബായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ. അപ്പം അത് ഇംപ്യൂർ ആയിട്ടുള്ള, അശുദ്ധമായിട്ടുള്ള പൈസയാണ്. അപ്പം യംഹഖുല്ലാഹു റിബാനെ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അപ്പുറത്തോ വയുർബി സദക്ക അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സദക്കനെ ഒരുപാട് വളരാൻ അനുവദിക്കുന്നു. യുർബി യുർബി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റബുവ തന്നെ അല്ലെ, ഒരു ഉയർന്ന ഭൂമി അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്. റിബാന്റെ സെയിം റൂട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ യുർബി എന്താണ്? അള്ളാഹു ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും. എന്തിനെ? സ്വതക്കയെ അല്ലെ. സ്വതക്ക അള്ളാഹു എങ്ങനെയാണ് സ്വതക്കനെ വർദ്ധിപ്പിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ അടുത്ത്, സത്യവിശ്വാസികളുടെ അടുത്ത് ധാരാളമായിട്ട് സ്വതക്ക കൊടുക്കാൻ ഒരു കൽപ്പന ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം അതാണ് നമ്മൾ ഒരു രീതിയിൽ ഈ യുർബി സ്വതക്കനെ മനസ്സിലാക്കേണ്ടത്. അതായത് സത്യവിശ്വാസികൾ അവര് ധാരാളമായിട്ട് സദഖ കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും ഇതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്ന, നിലനിർത്തുന്ന ആളുകളാണ് ധാരാളമായിട്ട് സദഖ കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെ. ശരിക്കും നമ്മൾ ഇതിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ കൽപ്പനകൾ ഓരോന്നും നമ്മൾ അനുസരിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ വ്യഗ്രത കാണിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ നന്മ അധികരിപ്പിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിക്കുകയാണ്. ഓക്കെ, അള്ളാഹു ആണ് ഏക ഇലാഹ്, അള്ളാഹു ആണ് ഏക നിയമം കൊണ്ടുവരുന്നവൻ. എല്ലാം അള്ളാഹുവിൻ്റെതായ എല്ലാ ഹക്കുകളും നമ്മൾ ജീവിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കുമ്പോൾ, അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പോവാന്ന് മാത്രമല്ല ശൈത്താനിനെ നമ്മൾ എന്താക്കാണ്? വാഴ്ത്തുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹു വിശ്വാസികളെ കൊണ്ട് ധാരാളമായിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആയത്തുകൾ ഖുർആനിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മറ്റുള്ളവർക്ക് കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കുക, കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം യുർബി സദഖാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സദഖയെ പ്രൊമോട്ട് ചെയ്യും ഒരു തരത്തില്.
ഓക്കെ. അള്ളാഹ്ക്ക് ആളുകൾ സെൽഫിഷ് ആയിരിക്കുന്നതിന് താല്പര്യമില്ലാത്ത രീതിയിൽ അത്രയും കൊടുക്കുന്നവരാക്കി അള്ളാഹു മാറ്റും. അള്ളാഹു ആൾക്കാരെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. വേറൊരു അർത്ഥം ഇർബി സദഖാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൈസയിൽ ബറക്ക ഇട്ടത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പലിശയുള്ള ആളുടെ പൈസയിലുള്ള ബറക്ക അള്ളാഹു എടുത്തു കളയും. അവിടെ എംഹഖ് പറഞ്ഞിട്ട് നമ്മൾ അത് പറയുന്നത്. ഇർബി സദഖ എന്ന് പറയുമ്പോൾ അയാളുടെ സദഖ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പൈസയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ട് ബറക്ക കൊടുത്തുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരിത്തിരി കൊടുക്കുമ്പോൾ തന്നെ അത് ഹലാലായിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വർദ്ധിപ്പിക്കും. ആ പൈസ അവന് മതിയാവും അവന്റെ എല്ലാ കാര്യങ്ങൾക്കും. അല്ലെ, ഒരാൾ ഒരു മാസം 60,000 വാങ്ങുന്നതും ഒരാൾ 40,000 വാങ്ങുന്നതും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 60,000 വാങ്ങുന്ന ആൾക്ക് പലിശ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ 40,000 വാങ്ങുന്ന ആളുടെ അത്ര പോലും അയാൾക്ക് ചെലവിന് എത്തിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ചുറ്റുപാടും ഒരു പക്ഷെ അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഉണ്ടാവും. അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരുപാട് ബർക്കത്ത് സദഖ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. എന്നാൽ കുറേ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും അള്ളാഹു ബർക്ക എടുത്തു കളയുന്നത് റിബാന്റെ ആളുകളിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മൂന്നാമത്തെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇർബി സദഖ എന്ന് പറയുന്നത് സദഖയുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. അല്ലെ, എത്രയാണ് 700 അതിൽ കൂടുതലോ ഇരട്ടി. അത് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ആ രീതിയിൽ വർദ്ധിപ്പിക്കും. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു, അള്ളാഹു ഇഷ്ടമല്ല കുല്ല കഫാരിൻ അസീം, എല്ലാ ഓരോ അവിശ്വാസിയെയും അല്ലെങ്കിൽ നന്ദി കെട്ടവനെയും പിന്നെ മഹാപാപിയായിട്ടുള്ള ആൾ. അസീം എന്ന് പറഞ്ഞാൽ മഹാപാപിയായിട്ടുള്ള ആൾ. കെഫാർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും കാഫിറിന്റെ ഒരു എക്സ്ട്രീം ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള കടുപ്പം കൂടിയ ഒരു ഫോമാണ് കെഫാർ. ഓക്കെ. കുഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിശ്വാസം, അതൊരു അർത്ഥമാണ്. മാത്രമല്ല കെഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതേപോലെ നന്ദികേട് അല്ലെ എന്നുള്ള അർത്ഥമുണ്ട്. ഇതിനു മുമ്പ് ആയത്തുകളിൽ തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കുഫർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം കെഫാർ എന്ന് പറയുമ്പോൾ വെറും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവിശ്വാസി എന്ന് മാത്രമല്ല അങ്ങേയറ്റം നന്ദി കെട്ടവെന്നും കൂടെ അർത്ഥമുണ്ട് എന്ത് കെഫാറിന്. ഓക്കെ. എക്സ്ട്രീംലി നന്ദി കെട്ട ആള്. ഓക്കെ. അതേപോലെ അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാപം ചെയ്യുന്ന ആള്. ഇത് ആസിം എന്ന വാക്കിന്റെ ഇതേപോലെ, അതായത് കാഫിറിന്റെ എക്സ്ട്രീം വാക്കാണ് കെഫാർ. അതേപോലെ ആസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മ ചെയ്യുന്നവൻ, ഓക്കെ, പാപം ചെയ്യുന്നവൻ. അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാപം ചെയ്യുന്ന മഹാപാപിയായിട്ടുള്ള ആള്. അപ്പൊ ഇത് രണ്ടും എക്സ്ട്രീം വാക്കുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അള്ളാഹ്ക്ക് അങ്ങേയറ്റം നന്ദി കെട്ടവനെയും അങ്ങേയറ്റം പാപിയായിട്ടുള്ള ആളെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഒരാൾ പലിശയുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ, പലിശ കൊടുക്കുന്നതായിക്കോട്ടെ എടുക്കുന്നതായിക്കോട്ടെ, എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്? അവന് കൂടുതൽ വേണം എന്നുള്ള ആവശ്യമുണ്ട്. അല്ലെ, അതായത് പലിശ വാങ്ങുന്നവനാണെങ്കിൽ അവൻ ആ കൊടുത്ത പൈസയിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇനി പലിശ കൊടുക്കുന്നവനാണെങ്കിൽ അവനുള്ളത് കൊണ്ട് അവൻ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെ, ഇപ്പൊ ഒരു വീടാണെങ്കിൽ റെന്റഡ് വീട് മതിയാവില്ല എന്നുള്ളത് കൊണ്ട് വേറെ വീട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഒരു കച്ചവടമാണെങ്കിൽ അതുള്ളത് കൊണ്ട് മതിയാവാത്തത് കൊണ്ട് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസം ആണെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനാണോ അവൻ എടുക്കുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത റിസ്ക് മതിയാവാത്തത് കൊണ്ടാണ് അവൻ അതിലേക്ക് ചെന്ന് പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബിഗർ അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നുള്ള ആവശ്യം ഉള്ളവൻ ആരാണ്? അള്ളാഹു തന്നതില് നന്ദി ഇല്ലാത്ത ആളുകളാണ്. അതിനേക്കാളും കൂടുതൽ അള്ളാഹു പറഞ്ഞ മാർഗത്തിലല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവനുള്ള വീടിനേക്കാളും വലിയ വീട് വേണം, അവനുള്ള ഡിഗ്രിനേക്കാളും വലിയ ഡിഗ്രി വേണം, അവൻ ഉണ്ടാക്കുന്ന പൈസനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കണം. അല്ലെ, അവനുള്ള വണ്ടിനേക്കാളും കൂടുതൽ വണ്ടി വേണം, അപ്പം കൂടുതൽ വലിയ വണ്ടി വേണം. അങ്ങനെ ഓരോ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഓരോന്നാണ്. അല്ലെ, അപ്പം ഉള്ളതില് നന്ദി ഇല്ലാത്തവർക്കാണ് കൂടുതൽ 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 എന്നുള്ള അത്യാഗ്രഹങ്ങൾ വരിക. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നന്ദികേട് അവനെ എക്സ്ട്രീം ആയിട്ട് തിന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. കെഫാറിൻ അസീം. സുബ്ഹാനല്ലാഹ്. അപ്പം ആർക്കെങ്കിലും അല്ലെ ആരോടെങ്കിലും ഇൻട്രസ്റ്റ് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതായത് അയാൾക്ക് പൈസ പോലും ഇല്ലാത്ത ഒരാളാണ് കടം വാങ്ങുക. അല്ലെ, ആ കടം വാങ്ങുന്ന ഒരു അത്രയ്ക്ക് അത്യാവശ്യക്കാരനായ ഒരാളിൽ നിന്ന് എക്സ്ട്രാ പൈസ വാങ്ങുന്നവൻ ഇത്ര വലിയ തിന്മയാണ് ചെയ്യുന്നത്. ശരിക്കും അവന് നമ്മൾ വെറുതെ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടുതൽ തിരിച്ചു വാങ്ങുമ്പോൾ, അല്ലെ, പാവപ്പെട്ടവൻ അവന്റെ സാഹചര്യത്തിന് മുതലെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയ ഒരു തിന്മയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാ പിന്നെ സ്വതക്ക ചെയ്യുന്നവനോ അവൻ അങ്ങേയറ്റം നന്ദിയുള്ള ആളായത് കൊണ്ടാണ് സ്വതക്ക ചെയ്യുന്നവൻ. അല്ലെ, സുബ്ഹാനല്ലാഹ്. അങ്ങേയറ്റം നന്മ ചെയ്യുന്ന വ്യക്തികളാണ് സ്വതക്ക ചെയ്യുക. അതായത് കെഫാറിൻ അസീമിന്റെ
ഏറ്റവും എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ് എന്ത് സ്വതക്ക ചെയ്യുന്ന ആള്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് സ്വതക്ക ചെയ്യുന്ന ആള് നന്ദിയുള്ള ആളായി മാറുന്നത്. കാരണം നമുക്ക് ശരിക്കും നമുക്കുള്ളതില് ശരിക്കും തൃപ്തി ഉണ്ടാവുമ്പം, ഹാപ്പി ആവുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കാൻ പറ്റുക. യെസ്, എന്റെ ആവശ്യങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് ഏത് ലെവലിലാണെങ്കിലും, അത് ഒരുപാട് ഉള്ളവനൊന്നും ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. അവന്റെ കയ്യിൽ ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അവൻ ഹാപ്പി ആണെങ്കിൽ ഓക്കെ, എന്റെ ആവശ്യങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായിട്ട് നിർവഹിച്ച് തന്നിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് തൃപ്തിയുള്ളവനാണ് തൃപ്തമായിട്ട് സ്വതക്ക കൊടുക്കുക. അല്ലാത്തവര് കൊടുക്കണ്ടേന്ന് വിചാരിച്ച് കൊടുക്കുന്നവരായിരിക്കും. ഈ കൊടുക്കണ്ടേന്ന് വിചാരിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പിന്നാലെ മന്നും അതയും ഒക്കെ വരുന്നത്. കാരണം ആ കൊടുക്കുമ്പം അവൻ എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ ആളുകളെ പലതും പറഞ്ഞും ഓർമ്മിപ്പിച്ചും ഒക്കെ വിഷമിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും തൃപ്തമാകുമ്പോഴാണ്, അള്ളാഹ്ക്ക് അത്രയും നന്ദിയുള്ളവരാകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ട് തൃപ്തിയായിട്ട് കൊടുക്കുന്നത്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. പക്ഷെ നമ്മളടുത്ത് ശരിക്കും ആവശ്യത്തിനില്ല, എന്റെ ആ കാര്യം മീറ്റ് ചെയ്തിട്ടില്ല, എന്റെ ഈ കാര്യം മീറ്റ് ചെയ്തില്ല, എനിക്ക് അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇതും കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഹാപ്പി ആയിട്ട് തൃപ്തമായിട്ട് സ്വതക്ക കൊടുക്കാൻ പറ്റില്ല. ഇനി അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കണ്ടേന്ന് വിചാരിച്ച് കൊടുക്കുകയും ചെയ്യും, കൊടുക്കുന്നവരിൽ നിന്ന് എന്തൊക്കെയോ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും, അതിന് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾക്ക് അൽഹംദുലില്ലാഹ് ആവശ്യത്തിനുണ്ടെന്നുള്ള ആ ഒരു സഫിഷ്യന്റ് ഫീലിംഗ്, എൻ്റെ കയ്യിൽ ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവുമ്പോഴേ സ്വതക്ക കൊടുക്കാൻ പറ്റുള്ളൂ. അത് എന്തിന്റെ ലക്ഷണമാണ്? നന്ദിയുടെ ലക്ഷണമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും, അവർക്ക് എന്തായിരിക്കും ആവശ്യം, അവർക്ക് അത് ഇഷ്ടമുണ്ടാവോ, അവർക്ക് അത് വേണോ, അവർക്ക് എന്തായിരിക്കും വേണ്ടത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തന്നെ നമ്മൾ തന്നെ ആവശ്യക്കാരും നമ്മൾ തന്നെ തൃപ്തരല്ലാത്തവരും ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നമ്മളുടെ ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കാഫിയാക്കുന്ന, ഗ്രേറ്റ്ഫുൾ, നന്നാക്കാൻ ഏറ്റവും നന്ദിയുള്ളവനാക്കുന്ന, കൂടുതൽ സമയം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പൊ ഈ കഫാറ നസീമിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വതക്ക ചെയ്യുന്നവൻ അല്ലെ. അങ്ങേയറ്റം നന്ദിയുള്ളവനും അങ്ങേയറ്റം സൽപ്രവർത്തികൾ ചെയ്യുന്നവനും ആണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഞാൻ പറഞ്ഞു, നന്ദിയും ആ ഒരു സ്വാലിഹ് എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് സ്വതക്ക ധാരാളമായിട്ട് സീക്രട്ട് ആയിട്ടും ഓപ്പൺ ആയിട്ടും രാവിലും പകലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് നന്മ വാരിക്കൂട്ടണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അതുകൊണ്ട് ചെന്ന് നിൽക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പലിശയുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ. അവര് നന്ദികേടും തിന്മയും വർദ്ധിപ്പിക്കുന്ന ആളുകളാണ്. അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം, മറുപടി പറയണം എന്നുള്ളതിനേക്കാളും ഇപ്പോഴത്തെ എന്റെ ഈ കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ ഒരു കാര്യം അല്ലെ, റിബ എന്നുള്ള സംഭവം, സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ റിബക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്ക്? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ആൾക്കാർ നമ്മളുടെ ആ ഒരു ഇച്ഛകൾ അല്ലെ, നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ഇൻട്രസ്റ്റുകളെ മുതലെടുക്കുകയാണ് ഇവിടെ പലപ്പോഴും ചെയ്യുന്നത്. അപ്പം അതാ, നിങ്ങളെ ഇച്ഛകൾ വേഗം നടത്തിത്തരാം, പെട്ടെന്ന് അല്ലെ, വളരെ സ്പീഡിൽ നടത്തിത്തരാം, നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് ആ ഒരു നമ്മളെ ഇൻട്രസ്റ്റിന്റെ മേലെ നമ്മൾ ചെന്ന് ശരിക്കും ചാടിക്കുകയാണ്. ഈ കാര്യം ഇപ്പം നടത്തിത്തരാം, പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് എന്ത് റിബ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിബയും ബയവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, അള്ളാഹു ഹലാലാക്കിയതും അള്ളാഹു ഹറാമാക്കിയതും ആണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത്. അതിന്റെ മറ്റു വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും റിബയിലും ബയയിലുമുള്ള വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ, ബയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലെ. ഓരോ ആളുകളും പൈസ ഉണ്ടാക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ് അവർക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഇസ്ലാം ഒരിക്കലും നമ്മളെ വെറുതെ ഇരുന്ന് അല്ലെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദീനേ അല്ല. നമ്മളെ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് വരെ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആളുകളാണ് നമ്മളെ വിശ്വാസികൾ അല്ലെ. അപ്പം വെറുതെ ഇരുന്ന പൈസ വാങ്ങാന്നുള്ളത് ഒരു മുസ്ലിമിനെ പറ്റിയ കാര്യമേ അല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം റിബയില് അത് വെറുതെ ഇരിക്കലാണ്. പക്ഷെ ബയയില് നമ്മളുടെ അധ്വാനം ശരിക്കും ഉണ്ട് അല്ലെ. അവര്
റിബ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പൈസ കൊണ്ടുപോയിട്ടാൽ അത് തന്നാലെ അങ്ങ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ഹാർഡ് വർക്ക് ഇല്ല. നമ്മുടെ സമയം, നമ്മുടെ ടാലന്റ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ശാരീരിക അധ്വാനം ഒന്നും അവിടെ ഇല്ല. ശരിക്കും അത് ഇസ്ലാമിന്റെ കോർ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവനാണ് അല്ലെ. ഫല്ലാഹ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവസാന നിമിഷം വരെ ഒരു വിത്തിട്ടിട്ട് അത് വളരുന്ന ഓരോ സ്റ്റേജിലും അധ്വാനിക്കുന്നവനും ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ് ഒരു മുത്തഖി അല്ലെ. അപ്പം ശരിക്കും ആ ഒരു കോർ കോൺസെപ്റ്റ് തന്നെ റിബയും ബൈയും വെച്ച് നോക്കുമ്പോൾ റിബ എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന വളകളാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ആള് അതിന്റെ ഓണർ ആണെങ്കിൽ പോലും അയാൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അയാളുടെ കോർഡിനേഷനും അയാളുടെ ലീഡർഷിപ്പും ഒക്കെ അയാൾ അവിടെ എടുക്കണം. സുബ്ഹാനല്ലാഹ്. അതേപോലെ ബൈഅല് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കൽപ്പന, അള്ളാഹുവിന്റെ തീരുമാനം അല്ലെ. ഖദർ സ്വീകരിക്കുക എന്നുള്ള ഒരു വലിയൊരു എലമെന്റ് ഉണ്ട്. കാരണം ബൈഅൽ എപ്പോഴും റിസ്ക് ഉണ്ട് അല്ലെ. റിസ്ക് ഉണ്ട്, അതായത് ഇംഗ്ലീഷിലെ റിസ്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാഭം നഷ്ടം അല്ലെ. നഷ്ടം വരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്, അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ അല്ലെ. അതും ഒരു ഈമാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പലിശയുടെ കാര്യത്തിലോ എന്തെന്നെ സംഭവിച്ചാലും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതും ഈ പറഞ്ഞ പോലെ കോർ പ്രിൻസിപ്പിളിന് എതിരാണ്. ഇസ്ലാമിന്റെ കോർ പ്രിൻസിപ്പിൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദർ സ്വീകരിക്കാൻ. ഏതൊരവസ്ഥയിലും അള്ളാഹു എന്താണോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതിനകത്ത് ഒരു ഖൈർ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം അല്ലെ. അപ്പം ബൈഅല് അതുണ്ട്, പക്ഷെ റിബയില് അതില്ല അല്ലെ. റിബ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മൾ കൊണ്ടേ ഇടുക, അങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈഅല് സുബ്ഹാനല്ലാഹ് പൈസ, അത് റിബയില് പൈസ ഒരു സ്ഥലത്ത് തന്നെ കോൺസെൻട്രേറ്റഡ് ആവാണ്. സമൂഹത്തിലും ഏതോ ഒരു സ്ഥലത്തില്, ഒരു ബാങ്കിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ, അയാളാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു പൈസന്റെ മൂവ്മെന്റ് അല്ലെ, എല്ലാവരിലേക്കും അത് എത്തുക, എല്ലാ ആളുകൾക്കും അതിനെ കൊണ്ട് പ്രയോജനം നടക്കുക, ആ ഒരു സംഭവം ബൈഅല് നടക്കും. പക്ഷെ റിബയില് നടക്കില്ല. പൈസ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ചില പോയിന്റുകളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിബ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ കോർ പ്രിൻസിപ്പിളിനെതിരാണ്. ഇസ്ലാമിൽ എപ്പോഴും അല്ലെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തതിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഒഴുകിക്കൊണ്ടിരിക്കുക, അവിടെ നിയമങ്ങൾ പാലിക്കുക, അതിനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു സംഭവം ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങളിൽ പെട്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അവിടെ ജോലി സാധ്യത, എംപ്ലോയ്മെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം അവിടെ സ്കില്ല് ഉപയോഗിക്കണം, ടൈം ഉപയോഗിക്കണം, എഫേർട്ട് ഉപയോഗിക്കണം, വ്യത്യസ്തമായ സ്കില്ലുകൾ ഉപയോഗിക്കണം കച്ചവടത്തിന് അല്ലെ. ഓരോ സാഹചര്യത്തിലും ഓരോ തരം സ്കില്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകൾ കച്ചവടം നടത്തുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അതിൽ നിന്ന് പ്രയോജനം കിട്ടുകയാണ്. പലതരത്തിലുള്ള കുടുംബങ്ങളിലേക്ക് അതിന്റെ ബെനിഫിറ്റ് പോവാണ്. എന്നാൽ റിബക്ക് ഒന്നുമില്ല അല്ലെ. അവിടെ ഇടുക, അത് അങ്ങോട്ട് കൂടുക, കുറച്ച് ആൾക്കാർക്ക് മാത്രം പ്രയോജനം, ബാക്കി അത്രയും ആളുകൾ അത് കാരണം സഫർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അല്ലെ ഇസ്ലാമുമായിട്ട് ഒത്തുപോവാത്ത ഒരു കാര്യമാണ് പലിശയും അതിന്റെ കോർ പ്രിൻസിപ്പിൾസും. അപ്പം ഇനിയും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും എത്രത്തോളം ഈ എക്സ്ട്രീമിലാണ് കച്ചവടം, ആ എക്സ്ട്രീമിലാണ് പലിശ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്വതക്കയുടെ ആയത്തുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളതിൽ എന്താണുള്ളത് അത് കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിക്കും. ഇനി നമ്മളതിലൊന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മളെ കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എപ്പോഴും നമ്മളുടെ ദീനില് വെറുതെ ഇരുന്ന് പൈസ വാങ്ങാന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. അധ്വാനിച്ച് ഉണ്ടാക്കുകയും വേണം, അത് കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് അള്ളാഹു വീണ്ടും വർദ്ധിപ്പിക്കും, വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ശരിക്കും ഒരു ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കാര്യത്തിലും, അതായത് വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ ദീനിൽ ഒരു കാര്യത്തിലും ഇല്ല. നമ്മൾ ഫുൾ ടൈം അലേർട്ട് ആയിരിക്കുക, ഫുൾ ടൈം ചെയ്തുകൊണ്ടേയിരിക്കുക, ഫുൾ ടൈം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് എന്താണെങ്കിലും, കഴിവാണെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തനമാണെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, സമ്പാദ്യമാണെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, കൊടുക്കലും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. സുബ്ഹാനല്ലാഹ്. കൊടുക്കുന്നത് വഴി അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നതും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ദീൻ. ഈ പറഞ്ഞ റിബയുടെ വർധന എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല സ്റ്റോപ്പ് ചെയ്ത യംഹഖ് എന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹു നശിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ള വർധനയാണ്. അതിനകത്ത് പെടാതിരിക്കുക എന്ന് മാത്രമല്ല, അതിനകത്ത് പെടുന്നതിലൂടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയ്ക്ക് ഓപ്പോസിറ്റ് പോയി ശൈത്താന്റെ ആളുകളായി, ശൈത്താന്റെ ഇൻട്രസ്റ്റിനെ വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മള് അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്ന് രക്ഷിക്കട്ടെ, നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും വരുന്ന തലമുറകളെയും.
ഒരു കാര്യം കൂടെ, ഈ റിബ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് അത് പെട്ടെന്ന് കിട്ടുന്ന അല്ലെ, അതായത് ഇസ്ലാമിന്റെ ക്ഷമ എന്ന് പറഞ്ഞ ഒരു എലമെന്റിനെ കളയുന്ന ഒരു സംഭവമാണ് റിബ അല്ലെ. പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് കാര്യം നടക്കുക, എന്നിട്ട് എന്നേക്കുമായിട്ട് അനുഭവിക്കുക. ഇസ്ലാമിലും എങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, ക്ഷമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, അതിന്റെ റിസൾട്ട് സമയമാവുമ്പോൾ കിട്ടുക അല്ലെ. അപ്പം അതും ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്, ഇബ്ലീസിന്റെ ഐറ്റത്തിലോ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറെന്താ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങളിലേക്ക് ഈ ഒരു കൽപ്പന എത്തിക്കഴിഞ്ഞാൽ അല്ലെ, റിബയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കൽപ്പന എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അല്ലെ നിങ്ങൾ നിർത്ത റിബയുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പ്രതിഫലം അല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പാപമോചനം ആഗ്രഹിക്കുക, ദുആ ചെയ്യുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, നന്മ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന്റെ കണക്കുകളെ കുറിച്ചും ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി നിങ്ങൾ നന്നാക്കുക. പാസ്റ്റ് അക്കൗണ്ട്സ് നിങ്ങൾ മറന്നേക്കുക. നിങ്ങളുടെ കാര്യം അള്ളാഹുവിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിലാണെങ്കിൽ നമ്മൾ അത്രയും അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ. മുന്നോട്ട് ജീവിക്കുമ്പോൾ ശരിക്കും അതിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, പലിശ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ വഴികൾ നന്നാക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഴയ കാര്യങ്ങൾ അല്ലെ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ അള്ളാഹുവിലാണ്. അപ്പൊ നമുക്ക് അത്രയും കാലം മരിക്കുന്നത് വരെ അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കാൻ, അള്ളാഹുലെ തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കാൻ അത് കാരണമാണ്. അൽഹംദുലില്ലാ അല്ലെ. അപ്പം ആ ഒരു രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുക. അപ്പം രീതികൾ മാറ്റാൻ ശ്രമിക്കുക. പക്ഷെ ആര് അതല്ലേ അതിലേക്ക് തന്നെ വീണ്ടും മടങ്ങുന്നുവോ, ഫഉലൈക അസ്ഹാബുന്നാർ, അവര് നരകത്തിന്റെ ആളുകളാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആൾക്കാരിൽ പെടുന്നതിനെ കൊണ്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.